മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം കത്തുമ്പോൾ നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം മൗനം പാലിച്ച വിചിത്രമായ കാഴ്ചയ്ക്കാണ് കേരളം കഴിഞ്ഞയാഴ്ച സാക്ഷ്യം വഹിച്ചത്. പുറത്തും അവര് ഏറെക്കുറെ മൗനത്തിലായിരുന്നു. പ്രതിപക്ഷത്ത് ഇപ്പോഴുള്ളത് ആകെ ഒരു മാത്യു കുഴൽനാടൻ മാത്രമാണോ എന്ന് ജനം സംശയിക്കുകയാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇത്രയും ശക്തമായ ഒരു വടി ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാൻ കയ്യിൽ കിട്ടിയിട്ടും പ്രതിപക്ഷം അനങ്ങാതിരിക്കുന്നതിന്റെ രഹസ്യവും അങ്ങാടിപ്പാട്ടാണ്. അഴിമതിയുടെയും വഞ്ചനയുടെയും കാര്യത്തിൽ രണ്ടു കൂട്ടരും ഒറ്റക്കെട്ടാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിന്റെ ഗതി എന്താകും? ആരിലാണ് ഇനി കേരളത്തിന് പ്രതീക്ഷ വയ്ക്കാനുള്ളത്? ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നമ്മളോടൊപ്പം മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ ശ്രീമതി ജോയ്സ് മേരി ആന്റണി, തലശ്ശേരി രൂപതയിലെ വൈദികനും സാമൂഹിക നിരീക്ഷകനുമായ ഫാദർ ടോം ഓലിക്കരോട്ട്, തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി ദേവപ്രസാദ്. മൂന്ന് പേർക്കും സ്വാഗതം. ശ്രീമതി ജോയ്സ് മേരി, കേരളത്തിലെ പ്രതിപക്ഷം വാസ്തവത്തിൽ ഇപ്പോൾ മാത്യു കുഴൽനാടൻ എന്ന ഒരൊറ്റ MLA-യിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളുടെ ഒരു സംശയമാണിത്. എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു ആയുധം കയ്യിൽ കിട്ടിയിട്ട് പ്രതിപക്ഷം ഒന്നടങ്കം ആ ആയുധം എടുത്ത് പ്രയോഗിക്കാതെ? ഇത് ഇപ്പോൾ വാസ്തവത്തിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ജനങ്ങളുടെ എന്താ പറയാ, ജനങ്ങളുടെ ഒരു സ്നേഹം മുഴുവൻ ഇപ്പോൾ മാത്യു കുഴൽനാടൻ എന്ന ഒരൊറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേടിയെടുക്കാവുന്ന ഒന്നായിരുന്നു ഇത്. ശക്തമായ ഒരു സമരമൊക്കെ ഇക്കാര്യത്തിൽ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് തികച്ചും മൗനം പാലിക്കുന്ന വളരെ വിചിത്രമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്താണ് വാസ്തവത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ അവസ്ഥ, ശ്രീമതി ജോയ്സ് മേരി? കോൺഗ്രസ് പാർട്ടിയാൽ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ സംസാരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിന്റെ അറിവോടുകൂടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് സംസാരിക്കാനുള്ളതാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിൽ പല പ്രാവശ്യങ്ങളിലും അതുപോലെ തന്നെ സ്പ്രിംഗ്ലർ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും പരാമർശിച്ചപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ സപ്പോർട്ട് ചെയ്തതാണ്. എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഇതാ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു, VD സതീശൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞു. ഒരിക്കലും ഡോക്ടർ മാത്യു കുഴൽനാടൻ ഒറ്റപ്പെടുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. പക്ഷേ നിയമസഭയിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവിടെ അദ്ദേഹം തികച്ചു ഒറ്റപ്പെട്ടു പോയല്ലോ. ഒരിക്കലുമല്ല. അത് പിന്നീട് വന്ന പത്രപ്രസ്താവനകളിലൊക്കെ ക്ലിയർ ആയിട്ട് എല്ലാ നേതാക്കന്മാരും വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണയും അവിടെ നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിന്റെ പത്രപ്രസ്താവന കണ്ടതാണല്ലോ. ഇത് ഒരാളെ ചോദ്യം ചെയ്യുന്നു എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പോഴത്തെ ഒരു നയമാണ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നയമാണ്, എന്തെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ED വിടുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ അത് തിരിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിനെതിരെയുള്ള വിജിലൻസ് കേസുകൾ അല്ലെങ്കിൽ ആരോപണം ഉയർത്തുന്നത് ഇപ്പം LDF-ന്റെ നേതാക്കന്മാരാണ് ആരോപണമായിട്ട് വരുന്നത്. ഇതൊരു വിജിലൻസിലേക്ക് കൊടുത്തു എന്നേ അവർ പറയുന്നുള്ളൂ. ഇത് പുലി വരുന്നേ എന്ന് പേടിപ്പിക്കുന്നത് പോലെ മാത്യു കുഴൽനാടനെതിരെ പല ആരോപണങ്ങൾ നേരിട്ടിട്ട് ഞങ്ങൾ വിജിലൻസിനെ വിടും, വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്നുള്ള ആരോപണങ്ങളാണ് പലപ്പോഴും. അത് ഉയർത്തുന്നത് CPM-ന്റെ നേതാക്കന്മാർ വന്ന് തന്നെ ഇരുന്ന് പ്രസ് റിലീസ് എടുത്തതാണ്. അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹവും മറുപടി നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയുമായിട്ട് എത്തിയിട്ടുമുണ്ട്. ഓക്കെ, ശ്രീ ദേവപ്രസാദ്, ഈ കേരളത്തിൽ എന്ത് പ്രശ്നം വന്നാലും അപ്പോളെ ED വിടുന്ന ഒരു പതിവ് കേന്ദ്രത്തിനുണ്ട്. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ, ഗവൺമെന്റിന്റെ മറ്റു പല നേതാക്കന്മാർക്കുമെതിരെ ഇത്ര ശക്തമായ അഴിമതി ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടും എന്തുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് ഈ ED ഇങ്ങോട്ടൊന്നും വരാത്തത്? ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഇവർ തമ്മിൽ ഉണ്ടാവും? അങ്ങേക്ക് എന്ത് തോന്നുന്നു? ED കേരളത്തിൽ വന്ന് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യമൊക്കെ ഒത്തിരി അന്വേഷിച്ചല്ലേ, ലൈഫ് മിഷന്റെ കാര്യം അന്വേഷിക്കുന്നതല്ലേ. പക്ഷെ ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയോ രഹസ്യ ബാന്ധവങ്ങളുണ്ട് നമ്മൾ കരുതേണ്ട സാഹചര്യത്തിലാണ് ഇപ്പം കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. ഇപ്പൊ സ്വപ്ന സുരേഷ് ഇതിലൊക്കെ എത്രയോ വലിയ തെളിവുകളോടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നിന്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ എലിയെ പൂച്ച കളിപ്പിക്കുന്നത് പോലെ കേരള സർക്കാരിനെ കേന്ദ്രം ഇട്ട് തട്ടുവാന്ന് എനിക്ക് തോന്നുന്നു. എപ്പം വേണേലും അവർക്ക് പിടിക്കാം, പക്ഷെ അവർ പിടിക്കത്തില്ല. കാരണം എന്നാ, ഇവിടെ അവർക്ക് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ള കോൺഗ്രസ് ആണ്. അപ്പൊ അവരെ വീഴ്ചകൊണ്ട് BJP-ക്ക് വലിയ പ്രയോജനമൊന്നും ഇവിടെ കിട്ടാനില്ല. ആ BJP-ക്ക് അതിനുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നൊക്കറിയാൻ 2021 ഏപ്രിൽ മാസത്തില് കൊടകര വെച്ച്, അതായത് കൃത്യം പറഞ്ഞാൽ നമ്മുടെ ആലക്കുടി പാലത്തെ വെച്ച് കുറെ കാശ് തട്ടിക്കൊണ്ട് ഒരു കേസൊക്കെ നിങ്ങൾക്ക് അറിയാം. 22 പ്രതികൾ, 7ാം പ്രതിയായിരുന്നു കേരളത്തിലെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്. ആ കേസ് എവിടെ പോയി? കേരള പോലീസ് അന്വേഷിച്ചതാ, എവിടെ പോയി? ഇതിപ്പോ ഈ കേസ് എന്ത് എവിടെ
എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഒന്നും വലിയ ജാഗ്രതയൊന്നുമില്ല. കാരണം ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുള്ള. ഇപ്പൊ മാഡം പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് വേണു പിന്നെ പ്രസ്ഥാനം ഇറക്കി എന്നുള്ളത് ശരിയാ, അല്ലെ സുധാകരൻ പ്രസ്ഥാനം ഇറക്കി എന്നുള്ളത് ശരിയാ. അതിലൊക്കെ ഡീപ്പായിട്ട് പിന്നെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുമാത്രം ആത്മാർത്ഥമുണ്ട്, എവിടെ വരെ ഇത് പോകാൻ പറ്റുമോ കോൺഗ്രസിന്? കാരണം ശശിധരൻ കർത്തായുടെ നിന്ന് കാശ് മേടിച്ചതിന്റെ കണക്കുകൾ പുറത്തു വന്നാൽ കോൺഗ്രസിന് എന്തുമാത്രം മുമ്പോട്ട് പോകാൻ പറ്റും? എനിക്ക് സംശയമുണ്ട്. കുഞ്ഞാലിക്കുട്ടി ശശിധരൻ കർത്തായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മാഡത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ പത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇവിടെ എന്തുമാത്രം കഥകളുണ്ട്. ജനാധിപത്യ മുന്നണിക്കും ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന CMRL MD ആയിട്ടുള്ള ബന്ധം വളരെ അഭേദ്യമായ ബന്ധമാണ്. അപ്പൊ ആ ബന്ധത്തിന് 95 കോടിയുടെ കണക്കാ. അതിൽ 1.72 crores ഉള്ളൂ വീണയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പലരും മേടിച്ചിട്ടുള്ള ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞാലും മേടിച്ചിരിക്കുന്ന കാശ് എലിയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളതിന് അവർ കൃത്യമായ കണക്കുകളും കാണിയല്ല. അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അഴിമതിയായിട്ട് വരികയല്ല. ഇലക്ഷൻ ഫണ്ടിലേക്കൊക്കെ എല്ലാവരും കാശും മേടിക്കും. അതിനൊന്നും കൃത്യമായ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇത് പ്രശ്നം വരികയല്ല. പക്ഷെ ഇതൊന്നും കൃത്യമായി കിട്ടി, അത് കുറച്ച് പേർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പൈസ വരുന്നു, ഓരോരുത്തർ അവിടെ വന്നിരിക്കുകയാണ്, അവർക്ക് ആ പൈസ അന്നേരം കൊടുക്കുന്ന കണക്കൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുത്തെന്നുള്ളതിന് ചിലപ്പോൾ കണക്ക് കാണും ഈ കൊടുത്ത ആളുടെ കയ്യിൽ, കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തിന് ഈ പൈസ ഇല്ലാതെ, സാമ്പത്തികം ഇല്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം സതീശൻ ചോദിച്ചാൽ കറക്റ്റാ, തേങ്ങ വിറ്റാർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യം കറക്റ്റാ. പക്ഷെ അങ്ങനെ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന് 5 വയസ്സ് ലോക കടക്കാരനായി മാറിയ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, PT ചാക്കോ. ആ കാലഘട്ടത്തിലെ തലമുറയിലെ ആൾക്കാരെയൊക്കെ ഒന്ന് എടുത്തു നോക്കി. ഈ കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇപ്പൊ നമ്മുടെ EP ജയരാജനല്ലേ പറഞ്ഞേ കട്ടൻ കാപ്പിയും പരിപ്പുവടയും കുടിച്ചോണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന്. നമ്മുടെ നേതാക്കന്മാർ നടക്കുന്നതും പെരുമാറുന്നതും അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ ഒന്ന് നമ്മൾ നോക്കിയാൽ മതിയല്ലോ. സാറിനറിയാമെന്ന് തോന്നുന്നു, EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഈ മാരുതി കാർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണകുമാർ ഈ നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ടൊരു ആവശ്യം ഉന്നയിപ്പിച്ചു, അദ്ദേഹം ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഒരു കാറ് ഇവിടെ വീട്ടിൽ വരും. പക്ഷേ അത് ആവശ്യം പറഞ്ഞപ്പോൾ നായനാർ പറഞ്ഞ മറുപടി, അതൊക്കെ ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഉണ്ടാക്കി വെക്കൂടൂ, ഓൻ പഠിച്ച് ജോലി നേടി കാശ് മേടിച്ചിട്ട് അങ്ങനെ കാറ് മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി നമുക്കിവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ നയനാരെ കുറിച്ച് ഞാൻ വേറൊരു കഥ പറയാം. നയനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഭാര്യ എന്നോട് പറഞ്ഞ ഒരിക്കൽ അതേ ഭാര്യർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവക്കുറിപ്പിൽ എഴുതിയ സംഭവമാണിത് ഞാൻ ഈ പറഞ്ഞത്. ആ ഭാര്യരും നയനാരും കൂടെ പിന്നെ എറണാകുളത്ത് ചെന്നപ്പോൾ ഒരു കൈലി മേടിക്കണം. നയനാർക്ക് കൈലി അന്ന് എടുക്കാൻ മറന്നു പോയതാണ്, കൊണ്ടുപോയില്ല എന്തെയോ. കൈലി മേടിക്കാൻ വേണ്ടിയിട്ട് 50 രൂപ കൊടുത്തു. 50 രൂപ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ 30-35 രൂപയായി കൈലിക്ക്. ഈ ഭാര്യയിൽ ബാക്കി കൊടുത്തില്ല. അപ്പൊ ഭാര്യയോട് ചോദിച്ചു, എന്തിയോടെ ബാക്കി കാശ്? അപ്പൊ അതിന്റെ 15 രൂപ ആയതുകൊണ്ട് ബാക്കിയുണ്ട്, തന്നേക്കാൻ പറഞ്ഞു. മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇല്ലെങ്കിലേ പാർട്ടി കാര്യത്തിന് തന്നെ പറഞ്ഞു വിടുമ്പോൾ താൻ ഇതുപോലെയുള്ളത് എടുത്ത് കൈ വെക്കും. ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ നമുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അവരോടൊക്കെ അടുത്ത് പെടാൻ. പക്ഷെ ഇന്നത്തെ നേതാക്കന്മാരുടെ ജീവിതം അതുപോലെ ആണോ? ഇന്നിപ്പം ഇനോവായി കുറഞ്ഞ കാറുള്ള നേതാക്കന്മാരുണ്ട്. ഇത് എവിടെ നിന്നുണ്ടാക്കുന്ന? ഇവരുടെ വീട്ടിൽ നിന്നാ? അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും, ഇതെല്ലാം പിന്നെ പലരും കടം ആണെന്നൊരു ഒരു പ്രചാരണമുണ്ട്. പൊതുജീവിതത്തിൽ വന്നിരിക്കുന്ന അതിൽ ആളിത്യമില്ലായ്മയ്ക്ക് വന്നിരിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ്. പക്ഷെ ഇതൊക്കെ ജനം കാണുന്നുണ്ട്. നിവൃത്തിയോട് കൊണ്ട് ചിലപ്പോൾ വോട്ട് ചെയ്ത് പോവുമായിരിക്കും. പക്ഷേ ജനം അതിനുള്ള റിയാക്ഷൻ ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് തൃക്കാക്കര എന്നത്. കോൺഗ്രസിന്റെ വ്യക്തിപരമായ വിജയമൊന്നും അല്ല അവരുടെ പ്രചരണത്തിന്റെ വിജയമൊന്നുമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ജനം മടുത്തു. ഇപ്പം എന്തുകൊണ്ടാ ഈ തൃക്കാക്കര മത്സരത്തിന് വന്നപ്പം പിണറായി പറഞ്ഞ സിൽവർ ലൈൻ ഒരൊറ്റ പ്രശ്നമാണെന്നാണ്. സിൽവർ ലൈൻ വേണ്ടെന്ന് ജനം 4 ഇരട്ടിയോടെ പറഞ്ഞു. ഇപ്പം കോട്ടയത്ത് വന്നപ്പോൾ സിൽവർ ലൈൻ, ഈ പുതുപ്പള്ളി വരുമ്പോൾ സിൽവർ ലൈൻ വേണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഈ ജയരാജൻ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് കേന്ദ്രം സമ്മതിച്ചിട്ടില്ല, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റിയല്ല എന്നൊക്കെയേ പിണറായി പറയുന്നുള്ളൂ. അതുപോലെ ഈ ഇലക്ഷൻ ജയിക്കാൻ നാമജപ ഘോഷയാത്ര കഴുതിലുള്ള കേസ് പിൻവലിക്കുന്നു. ഇത് ഇന്ന് ഏറ്റവും വലിയ കൗതുകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. ഇന്ന് കേരളത്തിലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1254 ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ട് ഗണപതി ഹോമം നടത്തിയിരിക്കുന്നു. ഇതൊന്നും വലിയ വാർത്തകളാകുന്നില്ല. ഒരു ഇടതുപക്ഷ നേതാവ് ഭരിക്കുന്നതാണ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുത്ത് എല്ലാ ക്ഷേത്രത്തിലും 1200 ശബരിമല ഒഴികെ 1254 ക്ഷേത്രങ്ങളിലും ഇന്ന് ഗണപതി ഹോമം നടത്തിയിരിക്കുന്നു. ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരീ പറയുന്നതും അല്ലെങ്കിൽ അവര് പ്രചരിപ്പിക്കുന്നതും തമ്മിലൊന്നും വലിയ കാര്യമല്ല. ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വീണയുടെ ഇഷ്യൂ ഞാൻ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, പാർട്ടി നേതാക്കന്മാര് പൈസ പിരിക്കുന്നതിന് പകരം പാർട്ടി നേതാക്കന്മാരുടെ മറവില് മക്കൾക്ക് സഹായം തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പൈസ അതിപ്പം ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ
പിന്നെ CMRL പിണറായി വിജയനോ അല്ലെങ്കിൽ പിന്നെ റിയാസോ എന്തെങ്കിലും ചെയ്തു കൊടുത്തൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നൊന്നും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിന് ഇത് ഹിറ്റ് 4 രൂപ കൊടുത്ത് നമ്മൾ റേഷൻ കാർഡ് പിന്നെ എന്തെങ്കിലും സാധനം മേടിക്കുന്നല്ലോ മേടിക്കാനല്ല. ഇവർക്ക് ഈ ബന്ധങ്ങളാണ് പ്രശ്നം. ആ ബന്ധങ്ങളിലൂടെ ഉണ്ടാക്കാൻ ഈ വ്യവസായികൾക്ക് അറിയാം. അത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, പ്രധാനമന്ത്രി യാത്രയ്ക്ക് പോകുമ്പോൾ അംബാനിയെ കൊണ്ടുവരുന്നു, മക്കളൊന്നും അല്ല എങ്കിൽ പോലും ഇന്റർനാഷണൽ യാത്രയ്ക്ക് പോകുമ്പോൾ ഈ പിണറായി വിജയൻ യാത്രയ്ക്ക് പോകുമ്പോൾ വീണയെ കൊണ്ടുപോകുന്നു. ആ വീണ സ്വന്തം കയ്യിൽ നിന്നാണ് പൈസ എടുക്കുന്നതെന്നാണ് പിണറായി പറഞ്ഞായിരിക്കും. അവർക്ക് അതിനുള്ള ശേഷിയുണ്ട്, അവർ പോകുന്നു. 1 ലക്ഷം രൂപയിൽ 2014 തുടങ്ങിയ കമ്പനിയുടെ ടേൺ ഓവർ ഇപ്പോൾ 100 കോടിയോട് അടുത്തെന്നാണ് പറയുന്നത്. കൃത്യമായ വിവരങ്ങളൊന്നും നമുക്കല്ല. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന ഒരു ആത്മാർത്ഥമായ ഒരു പോരാട്ടത്തിന് തയ്യാറാകാൻ ഒരു നേതാവിനും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിങ്ങനെ കെട്ടടങ്ങി പോവല്ലാതെ ഇതെന്തെങ്കിലും കൂടുതലായ ഒരു തരത്തിലേക്ക് ഇപ്പൊ ഈ കുഴനാടിനെതിരെ എടുക്കുന്നെന്ന് പറയുന്ന വിജിലൻസ് കേസ് ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പോവാത്തതാണ്. ചിലപ്പോൾ കുഴനാടിന്റെ അവിടെ നിന്ന് വരെ കടലാസോ രേഖയോ ഒക്കെ പിടിച്ചോണ്ട് പോകാത്ത അത്രേ ഉള്ളൂ. പക്ഷെ വീണയ്ക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാ കേസ് കൊടുത്തത്? ഈ കേസുകളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കി. നമ്മൾ ലൈഫ് മിഷനിൽ വന്ന കേസുകളുടെ മുഴുവൻ അഴിമതി കേസുകൾക്ക് മുഴുവൻ വിജിലൻസ് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്തു? അതിന്റെ രേഖകൾ മുഴുവൻ പിടിച്ചോണ്ട് പോയി. ഇത് ED ചോദിച്ചാൽ കൊടുക്കുകയല്ല. EDക്ക് അന്വേഷിക്കാൻ പറ്റില്ല. ED ഹൈക്കോടതി വരെ ആവശ്യപ്പെട്ടിട്ടാണ് രേഖകൾ ഓരോന്ന് മേടിച്ചോണ്ട് പോകുന്നത്. ഈ വിജിലൻസ് അന്വേഷണം അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം എന്ന് പറയുന്നത് പോലും കള്ളത്തരം ഒളിച്ചു വെക്കാനുള്ള ഒരു മാർഗമായി കേരളം മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ മടങ്ങി വരാം. ഫാദർ ടോം ഒലിക്കരോട്ട്, ഇത്തരം ഒരു സാഹചര്യത്തിൽ, അതായത് ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കാനുള്ള ശക്തമായ ഒരു ആയുധം കയ്യിൽ കിട്ടിയിട്ടും അത് വേണ്ട വിധത്തിൽ പ്രയോഗിക്കാതെ ഏറെക്കുറെ മൗനമായിരുന്നു കൊണ്ട് ഗവൺമെന്റിന്റെ ഈ അഴിമതിയെ സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ പ്രതിപക്ഷവും അതപ്പതിച്ചു പോകുമ്പോൾ ഈ കേരളത്തിന്റെ ഗതി എന്തായിത്തീരും? ഫാദർ ടോം ഒലിക്കർ. താങ്ക് യു. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ നമ്മൾ വീക്ഷിച്ചാൽ ഒരുപക്ഷെ മൂല്യബോധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാലത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ കാര്യത്തിലാവട്ടെ, രാഷ്ട്രീയ വിവാദ വിഷയങ്ങളാവട്ടെ, അതിന്റെ പ്രതിപക്ഷ ബഹുമാനമോ ആദരമോ ഒക്കെ നഷ്ടപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും, അതുപോലെ തന്നെ പലപ്പോഴും അഭിപ്രായ ഐക്യം ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് നിയമസഭയ്ക്കുള്ളിൽ സാമാജികരുടെ ശമ്പള വർധനയും, അതല്ലെങ്കിൽ ചില പ്രത്യേക അഴിമതി കേസുകൾ മൂടിവെക്കുന്നതിലോ നിശബ്ദരാവുന്നതിലോ എത്തി നിൽക്കുന്ന തരത്തിൽ രാഷ്ട്രീയം അതിന്റെ മൂല്യബോധങ്ങളിൽ നിന്ന് താഴെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുകയാണ്. അഴിമതിയെക്കുറിച്ചുള്ള നീണ്ട ആരോപണങ്ങൾ ഓരോ ഘട്ടങ്ങളിലായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ ആരോപണ നിഴലിലുമായിട്ടുണ്ട്. ഇതിലൊന്നും വ്യക്തമായ ഒരു അന്വേഷണമോ കൃത്യമായ നടപടികളോ ഉണ്ടായിട്ടില്ല. ഇന്ന് ഈ രാഷ്ട്രീയം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മാസപ്പടി വിവാദത്തിനും കുറെ കൂടി ഗൗരവമായ മറ്റൊരു വിഷയം, ശ്രീ ശക്തിധരൻ എന്ന് പറയുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണ പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരു വ്യക്തി, ദേശാഭിമാനി പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് വളരെ ഗൗരവമായി പറയാണ് ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ പണം കടത്തിയതാരാണെന്ന് പറയുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് നേരെയാണ്. അതിൽ ഇന്ന് ഈ ഭരണ സംവിധാനത്തിലുള്ള ഒരു മന്ത്രിയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് കടത്തിയ തുകയെക്കുറിച്ചോ അത് വന്ന വഴികളെ കുറിച്ചോ അന്വേഷിക്കാതെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോയത് കൈതോലപ്പായയുടെ പിറകെയാണ്. അതാണ് ഈ കേരള പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ കൈതോലപ്പായയുടെ പുറകെ പോയ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും അതിൽ കടത്തിയ പണത്തെക്കുറിച്ചും അതിന്റെ ഉറവിടത്തെക്കുറിച്ചും അത് ചെന്നെത്തിപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചും തികഞ്ഞ മൗനമോ അജ്ഞതയോ അത് അന്വേഷിക്കുന്നതിലുള്ള ഒരു താല്പര്യമില്ലായ്മയോ അവർ കാണിക്കുകയാണ്. ഈ ഒരു വളരെ പരിതാപകരമായ അവസ്ഥ നമ്മൾ കാണുകയാണ്. അതിന്റെ തുടർച്ചയെന്ന് പറഞ്ഞ പോലെയാണ് അനവധി ആരോപണങ്ങൾ ഓരോ ദിവസവും വരുന്നു. ഇവിടെ ശ്രീ മാത്യു കുഴൽനാടനെ പോലെയുള്ള വ്യക്തികൾ ഒരുപക്ഷെ അവരെ നമ്മൾ കണ്ടുവരുന്നിടത്തോളം ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ആൾരൂപങ്ങളായിട്ട് അവർ നിൽപ്പുണ്ട്. അവർക്ക് ആരോപണങ്ങളുടെ മുമ്പിൽ മറയില്ലാതെ മറുപടി പറയാനുള്ള ആർജവബോധമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തി തന്റെ ആസ്തിയുടെ കണക്ക് പറയാനും ഉറവിടം വെളിപ്പെടുത്താനും തയ്യാറാവുകയും
ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്നവർക്ക് അതിനുള്ള ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ഈ ഒരു അതിൽ നമ്മൾ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പ്രതിപക്ഷത്തിന് ഏറ്റവും ശക്തമായി ഇടപെടാനും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ദിശാബോധത്തെ തന്നെ മാറ്റാനും വരുന്ന വളരെ ശക്തമായ വിഷയങ്ങൾ ഉണ്ടായിട്ടും അവർ ആ വിഷയങ്ങളിൽ നിസ്സംഗത കാണിക്കുന്നു. പെട്ടെന്ന് നിന്ന നിൽപ്പിൽ പലരും അവരുടെ പ്രസ്താവനകൾ തിരുത്തുകയോ വിഴുങ്ങുകയോ സൗകര്യപൂർവ്വം അതിൽ മൗനം പാലിക്കുകയോ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഒറ്റയാൾ പോരാട്ടം മാത്യു കുഴൽനാടൻ നടത്തുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലുള്ള പ്രതിപക്ഷ നിരയിൽ ധാരാളം യുവരാഷ്ട്രീയക്കാരുണ്ട്, ആദർശ ധീരന്മാരുണ്ട്, ഫേസ്ബുക്കിൽ ധാരാളം ആരാധകരെ കുറിപ്പ് കൊണ്ടും കമന്റ് കൊണ്ടും തഗ് ഡയലോഗുകൾ കൊണ്ടും ആകർഷിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടെത്തുന്ന ഏറ്റവും വലിയ ഒരു ദയനീയ ദൃശ്യം എന്ന് പറയുന്നത് ഈ ഒരു ധർമ്മയുദ്ധത്തിൽ മാത്യു കുഴൽനാടനെ തനിയെ വിട്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ നിര എന്നുള്ളതാണ്. ഫേസ്ബുക്കിൽ നീണ്ട ആരാധകരുള്ള വിപ്ലവ ഡയലോഗുകൾ നടത്തുന്ന തഗ് ഡയലോഗുകളിലൂടെ ട്രോളുകളിലൂടെ ആളുകളെ കോരിത്തെരിപ്പിക്കുന്ന യുവസിംഹങ്ങളൊക്കെയും നിശബ്ദരാണെന്ന് പറയുന്നത് തികഞ്ഞ കൗതുകമാണ്. ഈ ഒരു വിഷയത്തിൽ മാത്യു കുഴൽനാടൻ നടത്തുന്നത് ഒരു ധർമ്മസമരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാനുള്ള ഒരു ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. അതിന് പറ്റാതെ പോകുന്നെങ്കിൽ ഈ ആരോപണങ്ങളെ കുറിച്ച് പറയുന്ന വിവാദ വിഷയങ്ങളിലൊക്കെ ഇവരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അഴിമതിയുടെ കറ ഇവർക്കൊക്കെ പുരണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മഹാഭാരതത്തിൽ പറയുന്ന പോലെ അമ്പു കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞത് സത്യമാണ്. അഴിമതിയുടെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിയായ വഴിയിലൂടെ അല്ലാത്ത ധന സമ്പാദനത്തിന്റെ ഒക്കെ കറ എല്ലാ കരങ്ങളിലും പുരണ്ടിട്ടുള്ളത് കൊണ്ട് ഇവർക്കൊന്നും എതിർത്തു പറയാനോ പ്രതിഷേധിക്കാനോ ഈ ധർമ്മസമരത്തിൽ അണിചേരാനോ ഉള്ള ധാർമ്മിക ബലമില്ല. ഇവരെയൊക്കെ വല്ലാത്ത ഭയങ്ങൾ, തങ്ങളുടെ പേരുകളിലേക്ക് അന്വേഷണങ്ങൾ നീളുമോ എന്നുള്ള വലിയ ഭയങ്ങൾ ഇവരെ പിടികൂടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കേരള രാഷ്ട്രീയം അതുകൊണ്ട് ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അതിന്റെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ മാത്യു കുഴൽനാടന്റെ ധർമ്മയുദ്ധത്തിൽ അദ്ദേഹത്തെ തനിയെ വിട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗതികേടിൽ എത്തി നിൽക്കുന്ന പ്രതിപക്ഷത്തെ കുറിച്ചാണ്. അദ്ദേഹം ശരിക്കും ഈ കുഴൽനാടന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഒക്കെ ഒരുപക്ഷെ നമ്മൾ ഈ കേരള രാഷ്ട്രീയം ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിൽ എന്നൊക്കെ പറയുമ്പോഴും അതിൽ നമ്മളൊരു വലിയ പ്രതീക്ഷ കാണുന്നുണ്ട്. എന്റെ കമ്പനിയുടെ രേഖകൾ CPM-ന് പരിശോധിക്കാം, വീണ വിജയന്റെ കമ്പനിയുടെ വരുമാന വിശദാംശങ്ങൾ നൽകാൻ തയ്യാറുണ്ടോ എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഒരു രാഷ്ട്രീയ സംശുദ്ധതയുള്ള ഒരു വ്യക്തിക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷം അവരകപ്പെട്ടിരിക്കുന്ന വലിയ നിസ്സംഗതയിൽ നിന്നും മൗനത്തിൽ നിന്നും ഉണർന്ന് കുഴൽനാടനെ പോലെയുള്ള സംശുദ്ധമായ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഇറങ്ങുന്ന ആളുകൾക്കൊപ്പം നിൽക്കുകയും നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്ന ഭീകരമായ പലവിധത്തിലുള്ള തകർച്ചകൾ സാമ്പത്തിക മേഖലയിൽ തൊട്ട് ഈ ഓണത്തിന് കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്നവർക്ക് മഞ്ഞ കാർഡുള്ളവർക്ക് മാത്രമേ കിറ്റ് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിദരിദ്രനെ ഒഴിച്ചു ബാക്കി ആരെയും പരിഗണിക്കാൻ പറ്റാത്ത വിധം സാമ്പത്തിക നില തകർന്ന ഒരു നാടാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു വളരെ പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുഴുവൻ ഈ ആരോപണങ്ങളുടെ നിഴലിലായിരിക്കുന്നു എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. ധർമ്മയുദ്ധം നയിക്കുന്ന ആളുകളെ തനിയെ വിട്ടിരിക്കുന്ന ആ ഒരു നിസ്സംഗത വെടിഞ്ഞ് പ്രതിപക്ഷത്തിലെ യുവ നേതാക്കന്മാർ വിശേഷിച്ച് അവരുടെ പ്രതികരണവും അതുപോലെ ക്രിയാത്മകമായ ഇടപെടലും അതുപോലെ തന്നെ ഈ ധർമ്മയുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മാത്യു കുഴൽനാടനെ പോലെയുള്ള നേതാക്കന്മാർക്ക് പിന്തുണ കൊടുക്കാനും തയ്യാറാവണമെന്നുള്ളതാണ് ഇവിടെ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ശ്രീമതി ജോയ്സ് മേരി, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ നാൾ മുതൽ എന്തുമാത്രം അഴിമതി ആരോപണങ്ങളുണ്ടായി. സ്വർണ്ണക്കടത്ത് മുതൽ വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, സ്വന്തക്കാരെ മുഴുവൻ ജോലികളിൽ തിരികെ കയറ്റല്, കൈതോലപ്പായയിലെ പണക്കടത്ത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇതൊന്നും മുതലെടുക്കുവാനായിട്ട് കൂടിപ്പോയാൽ ഒരു പത്രസമ്മേളനം, 2 ദിവസത്തെ KSUക്കാരുടെയോ യൂത്ത് കോൺഗ്രസ്സുകാരുടെയോ ഒരു ബഹളം വെക്കല്, അതോടുകൂടി അത് അവസാനിക്കുക. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രതിപക്ഷത്തെ എങ്ങനെ ജനത്തിന് വിശ്വാസത്തിലെടുക്കാൻ പറ്റും? അടുത്ത തെരഞ്ഞെടുപ്പിൽ
ഈ ഇന്നത്തെ പ്രതിപക്ഷത്തിന് എങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും? ഇതിന്റെ അകത്തൊരു പരിമിതികളുള്ളത്, ഭരിക്കുന്ന പാർട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ അത് മറച്ചു വെക്കുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള കാര്യമാണ്. ആർക്കും മനസ്സിലാക്കുന്നവര്, അത് കേന്ദ്ര സർക്കാർ ആയാലും ശരി സംസ്ഥാന സർക്കാർ ആയാലും ശരി, അത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഓരോ കാര്യങ്ങളും കൃത്യമായി സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വലിയ വിജയമായിട്ടുള്ള കാര്യമാണ്. ഈവൻ സ്പ്രിംഗ്ലർ കേസ് മുതൽ ഈവൻ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റാരോപിതയായിട്ടുള്ള അവർ കൃത്യമായിട്ട് അതിനുള്ള ആരോപണങ്ങൾ നടത്തുമ്പോഴും കോൺഗ്രസ് പാർട്ടി അതിനെപ്പറ്റി കൃത്യമായി അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ടുകൾ ഒരു സാധാരണക്കാരനിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീണയുടെ ഈ ഒരു CMR-മായിട്ടുള്ള കോൺട്രാക്റ്റിലും തന്നെ അതിനെപ്പറ്റിയുള്ള വിശദമായ രേഖകൾ ഈവൻ ഡോക്ടർ മാത്യു കുഴൽനാടൻ ഡോക്യുമെന്റ് അടക്കം സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ഏത് പ്രതിപക്ഷത്തിനാ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി സുതാര്യമായിട്ട് ഏതെങ്കിലും ഒരു ആരോപണമല്ല പറയുന്നത്, വ്യക്തമായ എവിഡൻസോടുകൂടി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഏത് പ്രതിപക്ഷത്തിനാ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടുള്ളത്? മുമ്പുള്ളതൊക്കെ ആരോപണങ്ങളായിരുന്നു, പൊള്ളയായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു. വാസ്തവത്തിൽ നേരെ തിരിച്ചാണ്. ഇതിനു മുമ്പുള്ള പ്രതിപക്ഷങ്ങളൊക്കെ ശക്തമായ വിധത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, അവര് സമരം ചെയ്ത് ശക്തമായി ഗവൺമെന്റിനെതിരെ ആഞ്ഞടിച്ച് ആ കാര്യത്തിലൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷം, VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രതിപക്ഷം ഒരൊറ്റ സമരമെങ്കിലും നടത്തി വിജയിപ്പിച്ച ഒരു ചരിത്രം പറയാൻ പറ്റും? ഇപ്പൊ ഇത് PSC റിക്രൂട്ട്മെന്റിനെതിരെ തന്നെ ഈവൻ യൂത്ത് കോൺഗ്രസ് അടക്കം എത്രയോ സമരങ്ങൾ ചെയ്തിട്ടിരിക്കുന്നു. കേവലം ഒരു സമരം ചെയ്തതുകൊണ്ട് മാത്രമല്ലല്ലോ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം. പക്ഷെ യൂത്ത് കോൺഗ്രസ് അതിൽ ശക്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി എത്രയോ സ്ഥലങ്ങളിൽ വിലക്കയറ്റത്തിനെതിരെ എവിടെയെല്ലാം സമരങ്ങൾ നടത്തി, ഇവൻ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ വിലക്കയറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തി. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിൽ ഉടനീളം ഇവൻ കേവലം മണ്ഡലങ്ങളിൽ വരെ ആളുകളെ മാക്സിമം കൂട്ടിക്കൊണ്ട് സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഒരു പ്രശ്നം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതിനെ തുടർന്നുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുതിയൊരു സമര പോരാട്ടവുമാണ് പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തനം അതിനനുസരിച്ച് തന്നെ മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. ഈ കുഴൽനാടന് കോൺഗ്രസ് സർവാത്മന ഉള്ള പരിപൂർണമായ പിന്തുണ കൊടുക്കൂ? തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ എല്ലാ നേതാക്കന്മാരും, മുരളീധരൻ അടക്കം, KC വേണുഗോപാൽ അടക്കം, VD സതീശൻ അടക്കം എല്ലാവരും തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ ചാനലുകളിലും അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ. പാർട്ടിയുടെ പിന്തുണ അല്ലാതെ കണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ മത്സരിച്ച് ജയിച്ചു വന്ന ഒരു MLA-ക്ക് എങ്ങനെയാണ് KPCC ഓഫീസിൽ തന്നെ ഒരു പത്രസമ്മേളനം വിളിക്കാൻ പറ്റുക? അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ. അത് പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ എങ്ങനെ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക? അതൊരു ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയല്ലേ. അല്ല, അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്നുള്ള ഒരു ചിന്ത, പ്രത്യേകിച്ച് ഈ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകും. അപ്പൊ അത്രയെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുത്തേ പറ്റുള്ളൂ. വാസ്തവത്തിൽ ഇപ്പൊ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്രമാത്രം ഈ വിഷയത്തിൽ ഒരു ആരോപണങ്ങളൊക്കെ അവർക്ക് ഉന്നയിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആ കൺവെൻഷനിൽ പോലും ഒരക്ഷരം മിണ്ടിയില്ലല്ലോ? അതായത് ഇതിന്റെ ഈ ഒരു അദ്ദേഹം സഭയിൽ ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം തന്നെ പ്രസ് റിലീസിലൂടെ അദ്ദേഹം അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. പുതുപ്പള്ളിയിലെ കൺവെൻഷന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അവിടുത്തെ ഒരു യൂണിറ്റ് കാണിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിയെ പൊതുജന മധ്യത്തിലേക്ക് ഇറക്കുക എന്നുള്ളതുമായിരുന്നു. ആ സമയത്ത് ഇത് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് കാര്യം, അത് വ്യക്തമായ ധാരണയോടുകൂടിയൊന്നും ആയിരുന്നില്ല അത് പരാമർശിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ ആ പുതുപ്പള്ളിയുടെ മുഴുവൻ മീറ്റിങ്ങുകൾ ഞാൻ കണ്ടിട്ടില്ല, മുഴുവൻ അതിലെ പലരുടെയും പ്രസംഗങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതിനെപ്പറ്റി അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുമില്ല. ഫാദർ ടോം ഒലിക്കരോട്ട്, പഴയകാല രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലിയായിരുന്നു അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്നുള്ള മറുപടി. എന്നാൽ ഇപ്പോൾ അരി എത്ര എന്ന് ചോദിച്ചാൽ മൗനമാണ് മറുപടി. ഇപ്പോൾ അതും കടന്ന് അരി എത്രയെന്ന് ചോദിക്കുന്നവനെ അഴിക്കുള്ളിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുക. വാസ്തവത്തില് ഈ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ പ്രതിപക്ഷത്തിന്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്നുള്ള ഒരു സാമാന്യ ബോധം പോലും നമ്മുടെ ഭരണകർത്താക്കൾക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ കാരണങ്ങളിലേക്ക്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഗൗരവമായ ആരോപണങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും മൗനം കൊണ്ട് അവർ എല്ലാത്തിലും രക്ഷപ്പെടുന്നു എന്നുള്ളത്, അതിന്റെ പിറകിലെ ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതങ്ങനെ ആളുകളോട് ഉത്തരം പറഞ്ഞു ശീലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല
സംവാദത്തിലൂടെയും സംഭാഷണത്തിലൂടെയും വളർന്നു വന്ന പ്രത്യയശാസ്ത്രവുമല്ല. അത് പിറവി കൊണ്ടപ്പം മുതൽ പറഞ്ഞ ആദർശങ്ങളൊക്കെ കടലാസിൽ ഒതുക്കി നിർത്തിയിട്ട് ഏകാധിപത്യത്തിന്റെ അടിച്ചമർ ശൈലിയിലൂടെ തന്നെ വളർന്നു വന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. അത് ലോകത്തിലെ മറ്റ് സകല രാഷ്ട്രങ്ങളിലുമുള്ള മനുഷ്യർക്ക് മനസ്സിലായി വരുമ്പോഴും മലയാളികൾ അത് മനസ്സിലാക്കാതെ പോയെന്നാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. നമ്മൾ ഈ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ തുടക്കത്തിൽ അത് ക്രൈസ്തവ മതത്തിനെതിരെയുള്ള പോരാട്ടമായിട്ടാണ് തുടങ്ങി വന്നത്. അന്ന് മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ തുടങ്ങിവെച്ച ഈ പ്രത്യയശാസ്ത്രത്തോളം മനുഷ്യനെ, മനുഷ്യന്റെ ബുദ്ധിയെ, അതുപോലെ അവന്റെ ഉള്ളിലെ ചിന്താശേഷിയെ മയക്കിക്കിടത്തിയിട്ടുള്ള, ഉറക്കിക്കിടത്തിയിട്ടുള്ള, കൊന്നുകിടത്തിയിട്ടുള്ള മറ്റൊരു പ്രത്യയശാസ്ത്രവും ആദർശ സംഹിതയും ലോകത്ത് ഏതാണുള്ളത്? ഒരുപാട് ബുദ്ധിജീവികള്, ഒരുപാട് സാഹിത്യകാരന്മാര്, അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നല്ലോ, പ്രത്യേകിച്ച് ബംഗാളിലും കേരളത്തിലും ഒക്കെ. അതെ, ബംഗാളിലെ സാഹിത്യകാരന്മാർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായി സാഹിത്യ സൃഷ്ടികൾ പടച്ചുവിട്ടതിന്റെ പരിണിത ഫലം ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അതിഥി തൊഴിലാളികളെന്ന് അവർ തന്നെ പേര് ചാർത്തി കൊടുത്ത ആളുകളിലൂടെ നമ്മൾ കാണുകയാണ്. ഓരോ ദിവസവും വന്നിറങ്ങുന്ന ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെയും അതിന്റെ ആദർശമുഖതയുടെയും പുകഴ്ത്തുപാട്ടുകാരായിരുന്ന സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ആ ലേബലിൽ പറ്റിയ പങ്കിന്റെ പരിണിത ഫലം ബംഗാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, ഒരു ട്രാവൽ ഏജൻസി ഒരൊറ്റ ഇൻടേക്കിൽ 7360 കുട്ടികളെ കാനഡയ്ക്ക് കടത്തി. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ജീവിക്കാൻ ഭയപ്പെടുന്നത്? നമ്മൾ അവരോട് പറയും ഇത് നമ്മുടെ നാടാണ്, ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ജീവിക്കാൻ എന്തുകൊണ്ടാണ് അവർ ഭയപ്പെടുന്നത്? അവർ ഭയപ്പെടുന്നതിന്റെ കാരണമുണ്ട്. അവർ വിയർപ്പ് ചിന്തി കഠിനാധ്വാനം ചെയ്ത് പരീക്ഷകൾ പാസ്സായി മെറിറ്റ് ലിസ്റ്റിൽ വന്നാൽ പിൻവാതിൽക്കിൽ കൂടെ സമരം നടത്തിയും അധ്യാപകന്റെ തലമണ്ടയടിച്ചു പൊട്ടിച്ചും സഹപാഠിയെ മർദ്ദിച്ചും അവശനാക്കിയും ഒക്കെ മെറിറ്റ് നേടിയിട്ടുള്ള ആളുകൾ വന്ന് ജോലി നേടുന്ന ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് എന്ത് പ്രതീക്ഷയാണ് ഈ നാട്ടിലുള്ളത്? അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ പറയുന്ന പ്രത്യയശാസ്ത്രത്തെയൊക്കെ പിൻചൊല്ലുന്ന ബുദ്ധിജീവികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം അവർക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രത്യയശാസ്ത്രത്തിന് ലേബൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ സംഘടനകളുടെ തലപ്പത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രധാനപ്പെട്ട സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ കുറിച്ച് അവർ നടത്തുന്ന വിധിന്യായങ്ങളെ കുറിച്ചൊക്കെ, വിധി നിർണയങ്ങളെ കുറിച്ചൊക്കെയുള്ള ഗൗരവമായ ആരോപണങ്ങൾ ഈ ആഴ്ചകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒക്കെയും സ്ഥാനവലിപ്പവും ഒക്കെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആളുകളുടെ ഈ സപ്പോർട്ടും പിന്തുണയും ഈ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. അതല്ല വിഷയം. ഇവർ ഇക്കണ്ട കാലങ്ങളൊക്കെയും ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പറഞ്ഞും പറ്റിയിട്ടില്ല. കേരളം ഇന്ന് ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാതെ നിൽക്കുന്ന ദയനീയ സ്ഥിതിയിൽ നമ്മുടെ സാമ്പത്തിക രംഗം തകർന്നു. ഇത് പറയുമ്പോൾ നമ്മൾ ചില രാജ്യങ്ങളെ ഓർക്കണം. അതിൽ ഏറ്റവും അടുത്ത ഉദാഹരണം വെനസ്വേല എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഒരു കാലത്ത് അമേരിക്കൻ ഡോളറിന്റെ ഒപ്പം മൂല്യമുണ്ടായിരുന്ന വെനസ്വേലൻ നാണയം ഇന്ന് എത്തി നിൽക്കുന്നത് ഏറ്റവും പരമദയനീയമായ അവസ്ഥയിലാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യയശാസ്ത്രത്തിന്റെ ആധിപത്യത്തിന്റെ ഫലമായി തകർന്ന അനവധി സാമ്പത്തിക രംഗങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോഴും ഇതിനെ പ്രതിരോധിക്കാനോ അവരുടെ നുണയുടെ തേർവാഴ്ചകളെ ഫലപ്രദമായി എതിർക്കാനോ കഴിയാത്ത ദുർബലമായി പോകുന്ന പ്രതിപക്ഷങ്ങൾ, ഐക്യവും ആദർശശുദ്ധിയും ഇല്ലാതെ പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ, ഇതൊക്കെയും വർത്തമാനകാല കേരളത്തിന്റെ ഈ ദുരവസ്ഥയുടെ കാരണമാണ് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ്. അതിനേക്കാൾ ഉപരി ചുറ്റും നടക്കുന്ന യാതൊരു കാര്യങ്ങളിൽ നിന്നും, ചുറ്റുപാടുകൾ നടക്കുന്ന ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളിൽ നിന്ന് ഒന്നും പഠിക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള മനുഷ്യനെ മയക്കിക്കിടക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ അവരോട് ഉത്തരം പറയാൻ കടപ്പെട്ടയാളാണെന്നുള്ള ബോധം പോലും ഇല്ലാതെ മൗനത്തിന്റെ വാൽമീകങ്ങളിൽ ഒളിപ്പിച്ച്, അല്ലെങ്കിൽ ധിക്കാരപരമായ മൗനത്തിൽ തുടരുന്ന ഭരണാധികാരികളെയും പിന്നെയും വിജയിപ്പിക്കുകയും അവർക്ക് ജയ് വിളിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസമൂഹമാണ് ഇവിടുത്തെ വർത്തമാനകാല കേരളത്തിന്റെ ദുരവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണക്കാരെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ പൊതുജനത്തിനൊരു രാഷ്ട്രീയ അവബോധം ഉണ്ടാവണം. കിറ്റ് കൊടുക്കുന്നതും പൗരജന്റെ നികുതി പണമെടുത്ത് തിരിച്ച് അത് ചില്ലറ ഭിക്ഷാം ആയിട്ട് വെച്ചു നീട്ടുന്നതുമല്ല
നല്ല ഭരണം എന്ന് പറയുന്നത്. അങ്ങനെ ജനങ്ങളുടെ സുസ്ഥിതിയും ജനങ്ങളോട് ഉത്തരം പറയാൻ കടപ്പെട്ടവരാണെന്നുള്ള ബോധവുമുള്ള, ജനാധിപത്യ ബോധമുള്ള, മനുഷ്യരെ സ്നേഹിക്കുന്ന ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാനുള്ള ആർജവത്വം ഈ കാലത്തെങ്കിലും നമ്മൾ കാണിച്ചില്ലെങ്കിൽ കേരളം മറ്റൊരു വെനസ്വേലയോ മറ്റൊരു ബംഗാളോ അതൊക്കെ ആയി മാറാനുള്ള അപകട സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിപ്പോ ആരെ തെരഞ്ഞെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ഗവൺമെന്റിനെ അടിക്കാൻ നല്ലൊരു വടി, പ്രത്യേകിച്ച് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൈ കിട്ടിയിട്ട് പോലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രതിപക്ഷമായി പോയതിന്റെ പിന്നിലെ കാര്യം എന്താ? കാരണം അവരും ഈ അഴിമതിയിൽ പങ്കാളികളാണ്, അല്ലെങ്കിൽ അവരും മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്കിത് പുറത്തു മിണ്ടാൻ പറ്റാതെ വിഴുങ്ങാനേ തരവുള്ളൂ. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ ഐക്യം, ഇടത് വലത് BJP അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള രാഷ്ട്രീയ ഐക്യം നമ്മൾ കണ്ടെത്തുന്നത് അഴിമതിയുടെ ഇങ്ങനെയുള്ള ചില വാർത്തകളിൽ മാത്രമാണെന്നുള്ളതാണ്. ഈ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ടോ ഇവിടുത്തെ നീറുന്ന പല പ്രശ്നങ്ങൾ, വിലക്കയറ്റം, കാർഷിക വിളകളുടെ ഭീകരമായ തകർച്ച, അതിന്റെ വില തകർച്ച, വന്യമൃഗശല്യം, അതുപോലെ തന്നെ കുടിയേറ്റ മേഖലകളിൽ കടൽ തീരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ദയനീയമായ ജീവിത സാഹചര്യങ്ങൾ, ഇതിലൊന്നും ഇവർക്കൊരു നിലപാടുകൾ എടുക്കാൻ ഒരുമിച്ച് പറ്റുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ചില മൂടിവയ്പ്പുകൾ, പൂഴ്ത്തിവയ്പ്പുകൾ നടത്തുന്നതിൽ ഇവർക്ക് ഒക്കെയും അഭിപ്രായ ഐക്യമുണ്ട്, വല്ലാത്ത മാനസിക അടുപ്പമുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ജനങ്ങളുടെ മുമ്പിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു ഓപ്ഷൻ, നമുക്കൊരു രാഷ്ട്രീയ ബോധമുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. ഏതെങ്കിലുമൊക്കെ പ്രത്യയ ശാസ്ത്രങ്ങളുടെയോ രാഷ്ട്രീയക്കാരുടെയോ ഒക്കെ അടിമകളായിട്ട് മാറാതെ ഇവർ തന്നെ പൊതുജനം കഴുതയെന്ന് പറയിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുകയാണ് ഇത്തരം അഴിമതികൾ, സ്വജനപക്ഷപാതങ്ങൾ, ഭീകരമായ പൊതുമുതൽ നശിപ്പിക്കലുകളൊക്കെ നിർബാധം തുടർന്നിട്ടും ഈ ആളുകളെ തന്നെ വീണ്ടും ജയിലിപ്പിക്കുകയും ഇവർക്ക് പിന്നിൽ അണിചേരുകയും ഇവരുടെ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും നുണയുടെ ഈ പ്രചരണങ്ങൾക്ക് പോയി കുത്തിയിരുന്നു കൊടുക്കുകയും ചെയ്യുന്ന നമ്മൾ ഈ പൊതുസമൂഹത്തെ നോക്കി ചിലപ്പോൾ ഇവർ വീട്ടിലിരുന്ന് ഓരോ യോഗം കഴിയുമ്പോഴും ഓരോ വിശദീകരണം കഴിയുമ്പോഴും പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ ബോധമുണ്ടാവുക, നമ്മൾ കടന്നു പോകുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തയുണ്ടാവുകയും രാഷ്ട്രീയ സംശുദ്ധിയുള്ള വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നതിൽ, കക്ഷി രാഷ്ട്രീയത്തിന്റെ സമ്പൂർണമായ അടിമത്ത മനോഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് രാഷ്ട്രീയ സംശുദ്ധിയുള്ള മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നതിൽ വല്ലാത്തൊരു ശ്രദ്ധയും പ്രതിബദ്ധതയും കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. നമുക്കിന്ന് പറ്റുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വല്ലാത്തൊരു രാഷ്ട്രീയ അടിമത്തമുണ്ട്. ചില ആളുകൾ ഇടതുപക്ഷത്തെ കാലാകാലങ്ങൾ പിന്തുടരുന്നു, ചിലർ വലതുപക്ഷത്തെ പിന്തുടരുന്നു, ചിലർ ഓരോ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിന്റെയും അന്ധരായിട്ടുള്ള ഫോളോവേഴ്സ് ആയിട്ട് മാറുകയാണ്. ഇവിടെ നാടിന്റെ നന്മയും ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരും സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതം നയിക്കുന്നവരുമായ ആളുകളെയും അവരുടെ ധർമ്മയുദ്ധങ്ങൾക്കും പിന്തുണ നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. വിശ്വാസ്യത ചോദ്യം ചെയ്താൽ അത് സഹിക്കില്ല, മറ്റൊക്കെ ഞാൻ സഹിക്കുമെന്ന് പറഞ്ഞ് ഈ ഒരു ധർമ്മയുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കുഴൽനാടൻ, അദ്ദേഹം ഒരുപക്ഷെ പ്രതീക്ഷയുള്ള നേതാവാണ്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ നയിക്കാൻ, ഒരു ജനാധിപത്യ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പിന്തുണ കൊടുക്കേണ്ടത്. കുഴൽനാടന്റെ സ്വരം ഒരു വിലാപസ്വരമായി ഇല്ലാതായി പോകാതിരിക്കാൻ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ, അങ്ങനെയുള്ള ആളുകൾക്ക് പിന്തുണ കൊടുക്കാൻ, അവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാനുള്ള ഒരു കൂട്ടായ്മയുടെ കരനീട്ടാൻ ഓരോ പൗരനും, കേരളത്തെ, ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസിക്കും കടമയുണ്ട്. ഇന്ന് നമ്മൾ പുലർത്തുന്ന കുറ്റകരമായ മൗനവും നിസ്സംഗതയും ഒരുപക്ഷെ ഇല്ലാതാക്കുന്നത് നാളെ നമ്മുടെ ഈ നാടിനെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടുത്തെ പൊതുജനം, പൊതുസമൂഹം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഒരു അപജയത്തിനുമുള്ള പരിഹാരമായിട്ട് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായി ഞാൻ തിരിച്ചു വരാം. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ഒരു പ്രസ്താവന പറഞ്ഞു, രക്തം ചിന്തിയാൽ പോലും വിയർപ്പൊഴുക്കാൻ സന്നദ്ധതയില്ലാത്തവരാണ് ഇന്നത്തെ CPM-കാര്, കമ്മ്യൂണിസ്റ്റുകാരെന്ന്.
അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ EMSന്റെ കാലം മുതലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ അങ്ങേക്ക് പരിചയമുണ്ടാവും. അപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കുഴൽനാടൻ ആരോപിച്ചതുപോലെ ഈ വിയർപ്പൊഴുക്കാനായിട്ട് അല്പം പോലും സന്നദ്ധതയില്ലാതെ ഇങ്ങനെ മനുഷ്യരെ പിടുങ്ങി ജീവിക്കുന്നവരാണോ? ഈ മാസപ്പടി വിവാദം കേരള രാഷ്ട്രീയത്തിന്റെ അപജയത്തിന്റെ ഒരു നേർചിത്രമാണ്. കേരള രാഷ്ട്രീയം ധാർമ്മികമായി അപജയിച്ചിരിക്കുന്നു എന്നുള്ളതിന് ആരുടെയും പ്രത്യേക സാക്ഷ്യമൊന്നും വേണ്ട. ഞാൻ 1979 തിരുവനന്തപുരത്ത് വരുമ്പം EMS നമ്പൂതിരിപ്പാട് അന്ന് ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങനെയൊക്കെ അറിയാം. അവരുടെയൊക്കെ ജീവിതത്തിന്റെ ലാളിത്യവും ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ജീവിതത്തിന്റെ ആഡംബരവും ഒക്കെ ഒന്നും തുലനം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. കുഴൽനാടൻ പറഞ്ഞതിലെ ഏറ്റവും വലിയ സത്യം അതാണ്. വിയർപ്പിന്റെ വില അറിയാത്തവരുടെ കയ്യിലായിരിക്കുന്നു എല്ലാ പാർട്ടികളുടെയും ഭരണം. ഞാൻ കഴിഞ്ഞ ഒരു 40 വർഷത്തോളമായിട്ട് കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാര്, അവര് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ അവർക്കുണ്ടായിരുന്ന ജീവിത സാഹചര്യവും ഇന്ന് അവരനുഭവിക്കുന്ന ജീവിത സാഹചര്യവും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ എങ്ങനെ ഇതുണ്ടായി? അവരാരും പ്രത്യേകിച്ച് എന്തെങ്കിലും വേർപ്പൊഴുക്കിയതായി ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ഒരു അറിയപ്പെടുന്ന വരുമാന സ്രോതസ് ഉള്ളതായി നമുക്കറിയത്തില്ല. അവർക്കുള്ളത് പൊതുപ്രവർത്തനമാണ്. പൊതുപ്രവർത്തനം കൊണ്ട് എങ്ങനെ അവരൊക്കെ ഇത്രയും സമ്പന്നരായി, എങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വേർപ്പൊഴുക്കാതെ അവർ പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പണമുണ്ടാക്കലിന്റെ രീതിയാണ് ഈ മാസപ്പടി വിവാദത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടത്. നമുക്കറിയാം 1989 ആരംഭിച്ച CMRL കമ്പനിയുടെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് 2019 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഒരു റെയ്ഡിൽ നിന്ന് കിട്ടിയ കുറെ വിവരങ്ങളാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. അതനുസരിച്ച് അദ്ദേഹം 95 കോടി രൂപ വിദേശ ഈ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കായും തൊഴിലാളി സംഘടനാ പ്രവർത്തകർക്കായും പത്രപ്രവർത്തകർക്കായും ഒക്കെ നൽകിയതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതില് വീണ വിജയന്റെ 1.72 കോടി രൂപയുടെ കണക്ക് മാത്രമാണ് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെ ചില സൂചനകളും പേരുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ശശിധരൻ കർത്ത എന്ന് പറയുന്ന ഈ CMRLന്റെ പ്രധാന നടത്തിപ്പുകാരൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും വലിയ ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിന്റെ സ്വന്തക്കാരുണ്ട്. അത് അക്കാര്യത്തില് വലതു മുന്നണിയോ ഇടതു മുന്നണിയോ മാത്രമല്ല, BJPയും അത് ഒരുപോലെ പ്രതിയാണ്. BJPയുടെ ഒരു സമുന്നത നേതാവായ ഇപ്പോ ഗവർണറുടെ പ്രസ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരിയസ് കർത്ത ഫേസ്ബുക്കിൽ ആ അനുഭവം കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 തവണ BJPയുടെ പത്രമായ ജന്മഭൂമിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് ഈ ശശിധരൻ കർത്തായോട് ചീഫ് എഡിറ്റർ അറിയാതെ അവിടുത്തെ പത്രത്തിലെ പ്രവർത്തകർ കാണിച്ച ബന്ധം കൊണ്ടാണ്. ഒരിക്കല് ഹരി എഴുതിയിരിക്കുന്ന ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, ഒരിക്കല് അദ്ദേഹം അറിയാതെ ഈ ശശിധരൻ കർത്തായെ പിന്താങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പത്രത്തിൽ ഒരു മുഖപ്രസംഗം വന്നു. അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അദ്ദേഹം രാജിവെച്ചു പോന്നു. അന്ന് അദ്ദേഹത്തെ അഭിനന്ദിച്ച കേരളത്തിലെ ഏക നേതാവ് VM സുധീരനാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം ഒരു BJP പ്രവർത്തകനാണ്, RSSകാരനാണ്. അദ്ദേഹത്തെ വീണ്ടും ജന്മഭൂമി പത്രത്തിലേക്ക് കൊണ്ട് ജന്മഭൂമി പത്രത്തിൽ കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം അവിടെ 6 വർഷമൊക്കെ ജോലി ചെയ്തു. അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ജനപ്രിയ പങ്ക്തി അദ്ദേഹം അതിനകത്ത് നടത്തുന്നുണ്ടായിരുന്നു, തികച്ചും വ്യക്തിപരമായി എന്നാണ് എൻ്റെ ഓർമ്മ. ആ പങ്ക്തിയിൽ അദ്ദേഹം ഒരിക്കൽ ഈ കരിമണൽ സംഭവത്തെക്കുറിച്ച് എഴുതി. അതിന് കാരണമുണ്ട്. 1989 തുടങ്ങിയ ഈ സ്ഥാപനത്തിന്റെ രജത ജൂബിലിയോ മറ്റോ ആയിരുന്നു തോന്നുന്നു. ആ ജൂബിലി സംബന്ധിച്ചുള്ള ആഘോഷങ്ങൾ നടക്കും. ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് അന്നത്തെ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം മക്കയിൽ ഉംറ കഴിഞ്ഞ് നേരെ ഈ ആലുവായിലെ ഈ ഫാക്ടറിയിലേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം ഈ കമ്പനിയെയും ഫാക്ടറിയും ഒക്കെ വളരെയേറെ പ്രശംസിച്ച് അദ്ദേഹം മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ അള്ളാഹു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് നിന്നുള്ള ആശംസയോട് പരിഹാസത്തോടു കൂടി ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതി. പക്ഷേ അതിന്റെ പ്രതിഫലനം എന്തുണ്ടായിരുന്നു? ഹരിക്ക് വീണ്ടും ജന്മഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു,
ഈശ്വരൻ കള്ളം കാണിച്ചാലും അത് പറയണമെന്നൊക്കെയാണ് പണ്ട് പത്രപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതൊന്നും സാധ്യമല്ല. കാരണം ചെയ്ത്താൻ അത്ര ശക്തമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കുറിപ്പ്, അതിലെ സൂചനകളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം ഫേസ്ബുക്കിൽ നോക്കിയാൽ ഇപ്പോഴും ഹരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് വരുന്നത് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്ന അപജയം, അതായത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ 50കളിലോ ഒക്കെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ലാളിത്യത്തിന്റെയും വിശുദ്ധിയുടെയും ഒക്കെ പ്രതീകങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആഡംബരത്തിന്റെയും സുഖലോലുപതയുടെ ഒക്കെ പ്രതീകങ്ങളാണ്. അവർ കാലഘട്ടത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ത്യാഗവും സേവനവുമായിരുന്നു. അതെ, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ പ്രവർത്തനങ്ങൾ. അതൊക്കെ മാറി. ഇന്നിപ്പോ എല്ലാവർക്കും എന്തുകൊണ്ടാണ് വലിയ ജോലിയൊക്കെ രാജിവെച്ച് പലരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? രാഷ്ട്രീയമാണ് ഏറ്റവും വരുമാനമുള്ള മാർഗം. ഇവരുടെ ഇപ്പൊ ഞാൻ ഈ കേരളത്തിലെ ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതാക്കന്മാരുടെ ഒരു കഴിഞ്ഞ 50 വർഷത്തെ അല്ലെങ്കിൽ 25 വർഷത്തെ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന വരുമാന വർധനയെ കുറിച്ച് ഒരു അന്വേഷണം നടത്താവോ? സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താവോ? സത്യസന്ധ അന്വേഷണം നടത്തിയാൽ അറിയാം എങ്ങനെ ഇവർ ഈ പണം ഉണ്ട്. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ നിങ്ങൾക്കറിയാം, ഈ സംഘടന ഈ പാർട്ടിക്ക് വേണ്ടി, അതായത് ഈ പറയുന്ന നമ്മൾ ഈ പറഞ്ഞ വീണയ്ക്ക് പൈസ കൊടുത്തെന്ന് പറയുന്ന CMRL വേണ്ടി അവർ ഇൽമനൈറ്റ് ആണ്, അവരുടെ അസംസ്കൃത വസ്തു. അത് ഇപ്പോൾ സർക്കാർ വഴിയാണ്, സർക്കാർ സ്ഥാപനമായ KMRL വഴിയാണ് അത് അവർക്ക് കിട്ടുന്നത്. അവർക്ക് നേരിട്ട് ഖനനം ചെയ്യാൻ അനുവാദം കൊടുക്കണമെന്നും പറഞ്ഞ് ആലുവയിൽ മനുഷ്യച്ചങ്ങല പിടിച്ചവരിൽ 2012 മനുഷ്യച്ചങ്ങല പിടിച്ചവരിൽ അന്നത്തെ CPM-ന്റെ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ, KPCC-യുടെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, BJP-യുടെ നേതാവ് V മുരളീധരൻ എന്നിവരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷം 2013 ആവശ്യം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയത് INTUC-യും CIT-യും ഒന്നിച്ചാണ്. ഒന്ന് നമ്മൾ ഓർത്ത് നോക്കണം എന്തുമാത്രം ആഴത്തിലുള്ള ഒരു ബന്ധമാണ് ഈ കരിമണൽ മുതലാളിക്ക് ഈ സംഘടനകളുമായിട്ടെല്ലാം ഉള്ളത്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി അവരോടുള്ള ബന്ധത്തെക്കുറിച്ച് ഹരി എഴുതിയിരിക്കുന്ന നമ്മൾ വായിച്ചു. ഒരു BJP പ്രവർത്തകനാണ് എഴുതിയത്. അദ്ദേഹത്തിന് ജനാധിപത്യ മുന്നണിയുള്ള ഒരു സ്വാധീനം. ഇപ്പം നമുക്കറിയാം ഈ ഒരു വിവാദത്തെക്കുറിച്ച് വന്ന പത്രസമ്മേളനത്തിൽ എന്താണെന്ന് സതീശൻ പറഞ്ഞത്. ഈ പൊതുപ്രവർത്തകൻ നടത്തുന്നവര് വ്യവസായികളിൽ നിന്ന് സഹായം സ്വീകരിക്കാറുണ്ട്, അല്ലെങ്കിൽ സംഭാവന സ്വീകരിക്കാറുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ സംഭാവന സ്വീകരിക്കുന്ന ഒരു പുതിയ മാനം വന്നിരിക്കുകയാണ് വീണയുടെ ഇഷ്യൂയിൽ. അതാണ് പ്രശ്നം. അതായത് പാർട്ടി മേടിക്കുന്നതിന് മുമ്പ്, പാർട്ടി നേതാക്കൾ മേടിക്കുന്നതിന് പകരം പാർട്ടി നേതാവിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ മകളുടെ പേരിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വീണ എന്ന് പറയുന്നത് പിണറായിയുടെ മകൾ എന്നതുപോലെ തന്നെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഭാര്യ കൂടിയാണ്. രണ്ട് ഭരണത്തിൽ ഇത്രയും സ്വാധീനമുള്ളവർ. ഇപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുന്നില്ല, അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു 1 കോടി രൂപ കൊടുക്കുന്നതെന്ന്, ഇവർക്ക് 95 കോടി രൂപ മുടക്കുന്നവർക്ക് 1 കോടി രൂപ 2 കോടി രൂപ കൊടുക്കുന്നതിനകത്ത് എന്താ ഇത്ര വലിയ കാര്യമായിരിക്കുന്നത് മുടക്കിയവർക്ക്? അപ്പൊ അവര് ഇത് ചെയ്യുന്നതിനാണ്. ഇപ്പം ഇതൊന്നും പിണറായി അറിഞ്ഞെന്തെങ്കിലും, പിണറായി നിന്ന് നേരിട്ട് എന്തെങ്കിലും ഒരെണ്ണം മേടിച്ചോ, അല്ലെ റിയാസിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ടൊന്നും ആകുകയല്ല. അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇവരുമൊക്കെ ആയിട്ടുള്ള വലിയ ബന്ധത്തിന്, നല്ല ബന്ധത്തിന് അവർ ഈ പണം കൊടുക്കുന്ന. ഇപ്പം ഈ ആദായ നികുതി വകുപ്പിന് അവരുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ സുരേഷ് കുമാർ എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ വ്യവസായം സമാധാനപരമായിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോകണം, ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം, അതിന് ഞങ്ങൾ കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സമ്മതിച്ച് അതാണ് ഈ പരിഹാര ബോർഡ് ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പൊ വിഷയം ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം സതീശന്റെ പേരുണ്ടോന്ന് എനിക്കറിയത്തില്ല, രമേശ് ചെന്നിത്തലയുടെ പേരുണ്ടെന്ന് പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടെന്ന് പറയുന്നു, അവരുടെ അങ്ങനെ പലരുടെയും പേര് അതിനകത്തുണ്ടെന്ന് പറയുന്നു. കൃത്യമായിട്ട് നമുക്ക് പുറത്തു വന്നിട്ട് സതീശൻ ഒരു സത്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, വീട്ടിലെ നാളീകരണം വിറ്റ പൈസ കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്ന് വെച്ചാൽ അർത്ഥം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇതുപോലെയുള്ള അഴിമതിക്കാരുടെ ഒക്കെ അല്ലെങ്കിൽ കളങ്കിതരായിട്ടുള്ളവരുടെയൊക്കെ പണം കൊണ്ട് ഇതിനകത്ത് നടത്താൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ആ ഒരു അവസ്ഥയിലേക്ക് കേരളം വന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കാരണം. ഇതാണ് ഈ ആഡംബരങ്ങൾ. ഇപ്പൊ നമുക്കറിയാം, ഒരു അസംബ്ലി ഇലക്ഷൻ മത്സരിക്കണമെങ്കിൽ, ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്ന 1 കോടി രൂപയൊക്കെ ചെലവാകുമെന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. ഇപ്പൊ ഇത്രയും ചെലവുണ്ടായി എവിടെ നിന്നുണ്ടാക്കാൻ? ഇവരുടെ വീട്ടിൽ നിന്നുണ്ടെന്നിട്ടാണോ ചെയ്യുന്നത്? ഒരിക്കലും അല്ല, ആരുമല്ല, ഒരു പാർട്ടിക്കാരനും അല്ല. പിന്നെ ചില പാർട്ടിക്കാർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഒരു ഇഷ്യൂ ആയി മാറും, ചിലർ ചെയ്യുമ്പം ഇഷ്യൂ ആയി മാറും. നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ ബാർക്കോഴ കേസിന്റെ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബാർക്കോഴ കേസിന്റെ 10 കോടി രൂപ വേറെ മുതലാളിമാർ വിളിച്ചിട്ട് 1 കോടി രൂപ മാണിക്ക് കൊടുത്തു. ഈ 1 കോടി രൂപയ്ക്ക് മാണിയായിട്ട് വേട്ടയാടി. പക്ഷെ 9 കോടി രൂപ കൊണ്ടുവരെ കുറിച്ച് ആരും പിന്നെ ഒന്നും വേണ്ടിയില്ല. ഇതാണ് മാധ്യമങ്ങളുടെ ഒക്കെ ഇതിനകത്ത് എല്ലാവർക്കും ഒരു അജണ്ട ഉണ്ടുള്ള പോലെ എനിക്ക് തോന്നുന്നത്. നാട് നന്നാണെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല ആരും ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലരെ പിടിക്കാൻ പറ്റി, പിടിച്ചു. അത് അവരുടെ ഇപ്പൊ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവരുടെ സർക്കുലേഷൻ കൂട്ടി, അല്ലെങ്കിൽ അവർക്ക് ഈ പിന്നെ എന്താ അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യമല്ലാതെ നാടിന്റെ ഒരു ലക്ഷ്യത്തിന്, ഇപ്പൊ ഷക്കീന പോലെയുള്ള ഇങ്ങനെ പരസ്യമൊന്നും മേടിക്കാതെ ചെയ്യുന്ന ഒരു ചാനലുകളെ പോലെ അല്ല ബാക്കിയുള്ളവരുടെയൊക്കെ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ. അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനകത്ത് ചർച്ചയ്ക്ക് വരുന്നവർക്ക് പോലും ലക്ഷ്യങ്ങളുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പം പൊതു സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ അപജയത്തിന്റെ ഒരു അടയാളമാണ്. അതായത് രാഷ്ട്രീയ നേതാക്കന്മാർ നേരിട്ട് മേടിച്ചു. ഇപ്പം രമേശ് ചെന്നിത്തല മേടിച്ചാൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മേടിച്ചാൽ, പിണറായി വിജയൻ മേടിച്ചാൽ ഒരു ന്യായീകരണമുണ്ട്. ഇന്ന് കുറച്ചു മുമ്പ് അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ അവിടുന്ന് 2 കോടി രൂപ, 2.5 കോടി രൂപ, എന്നതാണ് ശക്തിധരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. 2.5 കോടി രൂപ പിന്നെ കൈതോലപ്പായിൽ പറഞ്ഞത്. എങ്ങനെ പോയാലും നമുക്ക് പ്രശ്നമില്ല, കൊണ്ടുപോകുന്നു. രാജീവാണ്, ഈ മന്ത്രി രാജീവാണ് അത് കൊണ്ടുവന്നത്. അപ്പം രാജീവ് അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്, ശക്തിധരന്റെ ഒരു ഭാവനയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊക്കെ തെളിയിക്കാൻ വല്ല രേഖകളും ഒക്കെ കാണും, ഒന്നും കാണത്തില്ല. പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എനിക്ക് മനസ്സിലായിടത്തോളം, പാർട്ടികൾക്ക് കിട്ടുന്ന പണവും പലപ്പോഴും അക്കൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അക്കൗണ്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടുള്ള പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ നേതാവിന് മേടിച്ചു 1 കോടി രൂപ മേടിച്ചു, അല്ലെ 50 ലക്ഷം രൂപ മേടിച്ചു. 50 ലക്ഷം രൂപ ആയിക്കോട്ട്, കുറച്ച് അയാൾ പാർട്ടി കാര്യങ്ങൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ അവരുടെ പാണന്മാർക്ക് കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. ഒരു 10 ലക്ഷം രൂപ എടുത്ത് 40 ലക്ഷം രൂപ അയാൾ സ്വന്തമായിട്ട് ഇടും, അയാളുടെ അക്കൗണ്ടിലോട്ട് ഇടും, അല്ലെങ്കിൽ ഒരു 20 ലക്ഷം അയാളുടെ അക്കൗണ്ടിലേക്ക് ഇടും. ഇങ്ങനെ എടുക്കുന്നു. അതുകൊണ്ട് എന്താ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ രമേശ് ചെന്നിത്തല ഇലക്ഷൻ ഫണ്ടിലേക്ക് കാശ് മേടിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഇലക്ഷൻ ഫണ്ടിൽ അതിന്റെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ രമേശ് അഴിമതിക്കാരനല്ലല്ലോ. ആര് ഇലക്ഷൻ ഫണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിലും, പിണറായി മേടിച്ചിട്ടുണ്ട്, ഇലക്ഷൻ ഫണ്ട് മേടിച്ചു. ഈ പറയുന്ന പോലെ തേങ്ങാ കച്ചവടം കൊണ്ട് പറ്റിയല്ലെന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ രേഖയാണെങ്കിൽ, രസീത് കൊടുത്താണ് ഈ പണം മേടിച്ചെങ്കിൽ അത് അഴിമതിയായിട്ട് വരത്തില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തനത്തിന് മേടിച്ചു, ചെലവാക്കി, അതിന് കണക്കുണ്ട്. പക്ഷെ ഇവർക്കാർക്കും രസീതില്ല എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഈ പണത്തിൽ നിന്ന് പണം അവർ ദുരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. ഈ നമ്മളൊരു 50 വർഷം, 25 വർഷം നമ്മുണ്ടായിരുന്ന നമ്മുടെ നേതാക്കന്മാരെ ഒന്ന് നോക്കി സങ്കടപ്പെട്ടത് മൊത്തം ഒരു അപജയം, സ്വാർത്ഥത. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം കുറച്ചു മുമ്പ് നമ്മൾ സംസാരിച്ചു, ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പദവികൾക്ക് വേണ്ടി ഇവരുടെ പുറകെ നടക്കുന്നവർക്ക് ആർക്കും നീതിക്ക് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദാനം കിട്ടിയ പദവികളാണ് ഏത് പോസ്റ്റിലിരിക്കുന്നവരും. അവരെല്ലാം മേടിച്ച്, ഇപ്പൊ വലിയ ജുഡീഷ്യൽ പോസ്റ്റാണെന്നൊക്കെ പറഞ്ഞൊക്കെ പോസ്റ്റൊക്കെ മേടിക്കും, പഴയ ജഡ്ജിമാരാണെന്നൊക്കെ പറഞ്ഞൊക്കെ വരും. പക്ഷെ ഇവർക്ക് ആർക്കും ഈ നീതിപൂർവ്വം പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ച് അവര് ഔദാര്യം മേടിച്ചതാണ്. ഔദാര്യം മേടിച്ചത് അവർക്ക്, എനിക്ക് പിന്നെ ഒരു പദവി ഒരാൾ തന്നാൽ അയാളോട് ഒരു നന്ദിയുടെ പേരിൽ ഞാനതിന് അയാൾക്ക് ആഗ്രഹമുള്ളതൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. നീതിയും ഒരു വിശുദ്ധിയും അല്ലെ ഒക്കെ നടക്കും എന്നുള്ളത് നമുക്കൊരു വലിയ വിദൂര സ്വപ്നമായിട്ട് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. വലിയൊരു അപജയത്തിലാണ് ഇപ്പം. ദൈവവിശ്വാസികളെ സംബന്ധിച്ച് മാത്രമേ അതിന്റെ പരിഹാരമുള്ളൂ. തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ നമുക്കറിയാം, പുതുപ്പള്ളി ഇലക്ഷൻ വന്നതോടെ, പുതുപ്പള്ളി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് നാമജപ ഘോഷയാത്രയ്ക്ക് കേസ് പിൻവലിക്കുക. എങ്കിൽ പിന്നെ എന്തിനാ ഇവർ കേസ് എടുത്തത്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് കേസ് എടുത്തെങ്കിൽ ആ കേസ് ബുദ്ധിമുട്ടിച്ചോ ശിക്ഷ അനുഭവിക്കണ്ടേ. ഇപ്പം നാമജപ ഘോഷയാത്ര കേസ് എടുത്തതിന് ഞാൻ എതിരാണ്. അത് അവർ ചെയ്തൊരു തെറ്റാണ്. പക്ഷെ ഇങ്ങനെ തെറ്റ് ചെയ്തും ബാക്കിയുള്ളവരെ ഭീഷണിപ്പെടുത്താം. കുറച്ചു മുമ്പ് അദ്ദേഹം പറഞ്ഞ പോലെ, പണ്ട് പിന്നെ പയറെത്രാന്ന് ചോദിച്ചാൽ അരി എത്രാന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറഞ്ഞിരുന്ന ഒരു മൗനം ഇപ്പൊ അങ്ങനെ ചോദിക്കുന്ന ഒരു അടിക്കുള്ളിലാക്കുക, കേസെടുത്ത് നിശബ്ദരാക്കുക എന്നുള്ള ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ. അപ്പൊ ഇതിന് ഈ പ്രശ്നങ്ങളിലൊക്കെ പിന്നെ ഒരു കാര്യം, എനിക്ക് പ്രത്യാശയില്ലായ്മയൊന്നുമില്ല. അതായത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. പക്ഷെ ഓരോ പാർട്ടിയുടെയും അനുചരന്മാരായി നടന്ന് ഇപ്പൊ ഇതിന്റെയൊക്കെ കച്ചവടത്തിന്റെ ലാഭം കിട്ടുന്നവരുണ്ടല്ലോ. ഈ കൈതോലപ്പായി പൊതിഞ്ഞുകൊണ്ട് വന്നതിന്റെ 2.5 കോടിയുടെ ഒരു 10,000 കിട്ടിയവൻ അവൻ ഇതിന്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. കാരണം അവന്റെ കച്ചവടം നടക്കണമെങ്കിൽ അവൻ ഇങ്ങനെ ഇത് തന്നെ ചെയ്തേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇതൊന്നും വിശ്വസിക്കാത്ത കുറെ ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. അവരാണ് ഇലക്ഷന്റെ ഗതി മാറ്റുന്നത്. ഇപ്പം എങ്ങനെയാ തൃക്കാക്കര ഇടതുമുന്നണിക്ക് ഇതുപോലെ തിരിച്ചടി ഉണ്ടായത്? എങ്ങനെയാ? തൃക്കാക്കര പി.ടി. തോമസിന് കിട്ടിയാലും 4 ഇരട്ടി വോട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം, 4 ഇരട്ടിയോ 2 ഇരട്ടിയോ ഭൂരിപക്ഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കിട്ടി. എങ്ങനെയാ? അവരുടെ ഒരു എഫിഷ്യൻസി കൊണ്ടാണോ? അതൊക്കെ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ പ്രചരണം കൊണ്ടാന്നൊക്കെ പറയായിരിക്കും. ഒന്നുമല്ല, ജനം പ്രതികരിക്കും. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ച് ഇപ്പം വഴിയിൽ ഇറങ്ങി അതിനൊരു സമരം നടത്തി, അല്ലെങ്കിൽ വല്ല പ്രസ്ഥാനം ഇറങ്ങി കേസെടുത്ത് അതിന്റെ പുറകെ പോലീസിൽ കോടതിയിലൊന്നും പോകാനൊന്നും പലർക്കും താല്പര്യം കാണില്ല. ഇങ്ങനെയുള്ള ഒരു നിശബ്ദമായ ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ മുമ്പേ നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം പോലെ, കുഴൽനാണ് എത്ര കാര്യം മുമ്പോട്ട് പോകാൻ പറ്റും? എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ
അദ്ദേഹത്തിന്റെ പിന്നെ എന്താ അദ്ദേഹത്തെ പിന്താങ്ങേണ്ടവരുടെ പിന്താങ്ങല്ലാതെ കുഴൽനാടൻ ഒറ്റയ്ക്കൊന്നും ഒരു സമരവും നടത്താൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് എന്ത് പറ്റുമെന്ന് പറയുന്നത് ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ ചാനലുകാരൊക്കെ അദ്ദേഹത്തെ വിടും. ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന പലരെയും കണ്ടിട്ടുണ്ട്. എം വി രാഘവൻ ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വന്നു. ചാനലുകാരൊക്കെ 2-3 ദിവസത്തേക്കാണ് പോയി. ഈ മാത്യു കുഴൽനാടൻ MLA കോൺഗ്രസിന്റെ ഒരു ഭാവി വാഗ്ദത്തത്തെ നമുക്ക് കാണാൻ പറ്റുമോ? അതോ അദ്ദേഹത്തെയും സാധാരണ ഇപ്പോ ശശി തരൂരിനൊക്കെ പറ്റിയത്, ശശി തരൂര് കേരളത്തിലൊരു നേതൃത്വത്തിലേക്ക് വന്നാൽ നമുക്കറിയാം കേരളത്തിലെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരും അദ്ദേഹത്തെ ഒന്ന് മുകളിലേക്ക് കയറ്റി വിടാൻ സമ്മതിക്കത്തില്ല എന്നുള്ളവർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ കുഴൽനാടനെയും വലിച്ചു താഴെയിടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? ഈ രാഷ്ട്രീയം പണ്ട് ഉമ്മൻചാണ്ടി ഒരിക്കൽ പറഞ്ഞ പോലെ ഓരോരുത്തരും അവരവർക്ക് അധികാരം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരാൻ തടസ്സമുള്ള ആള് ആരാണോ അദ്ദേഹത്തെ വെട്ടുവോ അദ്ദേഹത്തെ വലിച്ചിടുവോ ഒക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാ പാർട്ടിയിലും നടക്കും. അത് ഇവരുടെ പാർട്ടിയിലും നടക്കും എന്നുള്ളതാണ്. പിന്നെ കുഴൽനാടൻ ആരും പിടിച്ചു നിൽക്കുന്നവരാരും ബാക്കിയുള്ളവരുടെ മാത്രം ഒരു സഹായം കൊണ്ടൊന്നുമല്ല, അവരെ ഒതുക്കാൻ മേലാത്തത് കൊണ്ട്. ഇപ്പൊ ശശിധരനെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒതുക്കാൻ പറ്റാത്തത്? അല്ലെ കുഴൽനാടനെ ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് ബലപ്പെട്ടതാണെങ്കിൽ കുഴൽനാടനെ മാറ്റി നിർത്താൻ പറ്റും. എങ്ങനെ സതീശൻ വന്ന എങ്ങനെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സതീശൻ തോമസ് ഐസക്കിനെതിരെയൊക്കെയുള്ള നടത്തിയ അതേ മുന്നേറ്റങ്ങൾ കൊണ്ടല്ലേ സതീശൻ ഇത്രയും സതീശൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ചീഫ് ചെയർമാൻ ആയിരിക്കുന്ന കാലം പോലെ എനിക്കറിയുന്നതാണ്. അപ്പൊ ഈ കോൺഗ്രസ്സിൽ ഇങ്ങനെ ഇപ്പൊ അതുകൊണ്ട് സതീഷ് കുഴൽനാടൻ എപ്പോഴും ജാഗ്രതയോടെ മുമ്പോട്ട് പോയാൽ അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ പിന്നെ ചട്ടക്കൂടിനപ്പുറം ഒന്നും അദ്ദേഹത്തിന് ചാടി കളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിപ്പം പിന്നെ പാർട്ടിക്ക് ആരെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു സംരക്ഷണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കും അദ്ദേഹത്തെ വ്യക്തിപരമായി ഒത്തിരി അടുത്ത് അറിയത്തൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ല അഭിഭാഷക ഫേം നടത്തുന്നയാൾ, അഭിഭാഷകനാണെന്നുള്ളത് കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഭംഗിയായി പറയാൻ സാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇടം കിട്ടി വരുന്നുണ്ട്. ഒത്തിരി ഇടം കിട്ടി വന്നാൽ ബാക്കിയുള്ളവർക്ക് അസൂയ ഉണ്ടാകുന്നുള്ള സംശയമല്ലേ. ഇപ്പം രമേശ് ഓർത്തോ ഈ സതീശൻ ഇങ്ങനെ വന്ന് പിന്നെ പ്രദേശ നേതാവ് വന്നു, ഇങ്ങനെയൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും. അത് സംഭവിക്കണം. കാരണം ഈ പലപ്പോഴും ഇപ്പം ഉമ്മൻചാണ്ടിയെ നമുക്ക് ഒത്തിരി സ്നേഹമുണ്ടല്ലോ, മാണിസാറിന്റെ സ്നേഹമുണ്ട്. പക്ഷെ 50 വർഷം 53 വർഷം ഒരാൾ തന്നെ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ വളർന്നു വരേണ്ടവരാരും വളർന്നു വരികയല്ല. അതാണ് അങ്ങനെ ഒരു ദുരന്തം കൂടെ അതിനുണ്ട്. അപ്പൊ ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മുമ്പേ ചോദിച്ച ചോദ്യത്തിന് ഞാനൊരു ചില കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുക. ഈ പിണറായി വിജയൻ സമരങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സമീപനം. ഇപ്പൊ പെട്രോളിന് 2 രൂപ വില കൂട്ടി എന്തുമാത്രം സമരം ചെയ്തു? എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തില്ല. പിന്നെ 24 മണിക്കൂറും 31 ദിവസം സമരം ചെയ്യാൻ കോൺഗ്രസിന് ആളെ കിട്ടുമോ? കിട്ടത്തില്ല. കോൺഗ്രസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കുന്നവരാ, അല്ലാതെ ഈ വേർപ്പൊഴുക്കി ജീവിക്കുന്നവരാ. അവരെ കോൺഗ്രസിന്റെ ആൾക്കാരെ 1 ദിവസം 2 ദിവസമൊക്കെ സമരത്തിന് കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ഒരു 110 ദിവസം വിഴിഞ്ഞം കടൽത്തെടുത്ത് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ സമരം നടന്നു. 3000 പേരെ പ്രതിയാക്കി കേസെടുത്തു. ഇപ്പോഴും കേസ് പിൻവലിച്ചിട്ടില്ല. അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേനും പിൻവലിക്കുമായിരിക്കും, നാമജ ഘോഷയാത്രയുടെ പോലെ. ഇങ്ങനെയുള്ള ഈ ഉരുക്കു മെസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് അറിയാം എങ്ങനെ ഇവരെ പഴയ കാലത്തെ മത്സ്യത്തൊഴിലാളികളല്ല, അവർക്കിപ്പം വിദേശത്ത് ജോലിക്ക് പോകണം. ഈ കേസുണ്ട്, വിദേശത്ത് പോകാൻ പറ്റത്തില്ല. അവരുടെ കുടുംബത്തിന്റെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവര് ഭയങ്കരമായ പീഡനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പറഞ്ഞ ഇപ്പൊ കോൺഗ്രസ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇത്തരം പരിപാടികളൊന്നും ചെയ്യത്തില്ല പ്രതിപക്ഷ സമരത്തിനെതിരെ. പിന്നെ ഈ പ്രതിപക്ഷ സമരത്തിനെതിരെ ഈ ഇതുപോലെയുള്ള കേസ് ആർച്ച് ബിഷപ്പിനെതിരെയൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്, ഈ കലാപശ്രമത്തിനുള്ള കേസുകൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു സമീപം ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ളതിനുള്ള റിയാക്ഷനും വരും. അത് ഈ പിന്നെ കോൺഗ്രസിന് അധികാരം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അധികാരം കൊടുക്കാതിരിക്കാൻ മാർക്കില്ലാത്ത ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതിപ്പോ ഇവര് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവര് സംവാദത്തിന് വെല്ലുവിളിക്കുക. എന്ത് സംവാദത്തിനാണ് വെല്ലുവിളിക്കുന്നത്? നിത്യോപയോഗ സാധനങ്ങളുടെ വില. തക്കാളിക്ക് 60 രൂപ വിലയായെന്നുള്ള വലിയ കാര്യമായിട്ട് പറയാം. 120 60 വലിയ കാര്യമാണെങ്കിലും 10 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന തക്കാളിയാ, അത് 60 രൂപയായി. ആർക്കതിന്റെ പ്രയോജനം കിട്ടുന്നത്? റബ്ബറിന് വിലയില്ല. നാളെ നെല്ല് മേടിച്ച് കുത്തി വിറ്റ് ഗവൺമെന്റ് കാശ് മേടിച്ചിട്ട് കർഷകന് കാശ് കൊടുക്കണില്ല. KSRTC ശമ്പളം കൊടുത്തിട്ട് എത്ര കാലമായി? പണ്ട് ഈ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഈ പിന്നെ കമ്പ്യൂട്ടറിൽ ഏതാണ്ട് എറർ കൊണ്ട് ഒരു ദിവസം വൈകിയെന്നും പറഞ്ഞ് സമരം നടത്തിയ CIT-കാരെ ഒന്നും ഇപ്പൊ കാണാനില്ലല്ലോ. സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഗഡു കൊടുക്കാതെ 6 ഗഡു പിടിച്ചു വെച്ചിരിക്കുക. ഓണം കഴിയുമ്പോൾ ഇനിയും സ്ഥിതി വളരെ മോശമാകുമെന്ന് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കാശൊക്കെ ഓണത്തിന് വെച്ച് അവിടെ നിന്നൊക്കെ കടമെടുത്ത് കൊടുത്തു. ഇനി എവിടുന്ന കടം കിട്ടണേ? ഓർക്കുന്നുണ്ടോ?
ബി എസ് മന്ത്രിസഭ, നയനാർ മന്ത്രിസഭ പോകുമ്പോൾ, ആന്റണി മന്ത്രിസഭ തിരിച്ചു വരുമ്പോൾ ഒരു വിമാന ടിക്കറ്റ് പോലും കടമെടുക്കാൻ മേലാത്തൊരു സ്ഥിതിയായിരുന്നു കേരളത്തിന്. ഇതൊക്കെ പിന്നെ ഒരു ഭരണ മാറ്റം ഉണ്ടായി. ഇത്തവണ ഗവൺമെന്റ് കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു കുഴപ്പം കോൺഗ്രസിന്റെ കയ്യിലിരിപ്പോണ്ട് കൂടിയൊക്കെയാണ്. മാണി ഗ്രൂപ്പിനെയൊക്കെ പുറത്തു വിട്ടുകൊണ്ട് പറ്റിയ ഒരു ദുരന്തമാണ്. ആ ഒരു ഭരണമാറ്റം ഉണ്ടാകാതെ ഒരു ഭരണ തുടർച്ച കിട്ടി. അവർക്ക് ഇഷ്ടം പോലെ തോന്നിയാസം ഭരിക്കുമെന്നുള്ള, ഇനി പിണറായിക്ക് ഒരു മൂന്നാം ഊഴത്തെക്കുറിച്ച് ലക്ഷ്യമില്ലെന്ന എന്റെ മനസ്സിൽ ഒരു ചിന്ത. അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമല്ല. അവരുടെ പാർട്ടിയുടെ നിയമം അനുസരിച്ച് പറ്റത്തുമില്ല. പക്ഷേ ഇപ്പൊ അതിനനുസരിച്ചുള്ള പിന്നെ ഒരു ഏകാധിപത്യ ഭരണം. പിന്നെ ഈ വിവാദം തന്നെ എന്താ, മാർക്സിസ്റ്റ് പാർട്ടിയോട് നിർത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ എന്താ? എം പി ഗോവിന്ദൻ, അവരുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് ഈ CMRL ഡിഫെൻഡ് ചെയ്യുന്നതിന്, അത് 2 കമ്പനികൾ തമ്മിലുള്ള ലീഗൽ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തിനാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൗത്യമാണോ ഇതൊക്കെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് വളരെ പരിതാപകരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. EP ജയരാജൻ എന്നൊരു പാവം പെൺകുട്ടി, പണ്ട് കരുണാകരൻ ആൻഡോ എന്ന് പറഞ്ഞ, നിങ്ങൾ പിള്ളേർക്ക് കുറച്ചുകൂടി പിള്ളേരായോണ്ട് ഞാൻ പറയാം, കുട്ടികളായോണ്ട് പറയാം, അല്ലെങ്കിൽ യുവാക്കളായോണ്ട് പറയാം, ഒരു പാവ ആൻഡോ എന്ന് പറഞ്ഞൊരു പയ്യനെയൊക്കെ കൊണ്ട് കൂടെ വിമാനത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ പോയാല് ആരായിരുന്നു ചോദിച്ചു, പാവം പയ്യൻ. അങ്ങനെ ഒരു വലിയ കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദം. അതൊക്കെ ഉണ്ടാക്കിയത് ഈ കോൺഗ്രസ്സുകാരല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാരാ. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ ഒരു പാവം പെൺകുട്ടി 1 ലക്ഷം രൂപയെ തുടങ്ങി 50-100 കോടി രൂപയെന്നെല്ലാം പിടിക്കുക അല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും വ്യവസായത്തിലൊക്കെ നല്ല ഒരു പ്രതീക്ഷ തരുന്ന ഒരു ഇതാണ്. അവര് സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പാർട്ടി നേതാക്കന്മാരും ഒക്കെ നിൽക്കുന്ന അവസ്ഥ വളരെ ദയനീയമാണെന്നുള്ളതാണ് അവസ്ഥ. ഇനി ഒരു കോൺഗ്രസ് ഭരണം ഇങ്ങനെ അഥവാ വന്നാലും, ഒരു ഡൽഹിയിൽ അമിത്ഷാ കാണിക്കുന്ന പോലെ തന്റെ ഇടം കോൺഗ്രസ്സുകാർ കാണുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. അമിത്ഷാ ഇപ്പൊ കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ, കോൺഗ്രസിലെ അഴിമതിക്കാരെ എല്ലാം അദ്ദേഹം പിടിക്കുന്നുണ്ട്. ഈ അഴിമതിക്കാരെ പിടിക്കുന്നതിന് എന്തിനാന്ന് വിഷമിക്കുന്നത്? അതുപോലെ പേടിക്കാനുള്ള മാത്യു കുഴൽനാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് അതിലൊന്ന് ഇടപെടണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സമയം ചോദിച്ചത്. ഈവൻ മൂവാറ്റുപുഴയുടെ പശ്ചാത്തലം എടുത്താൽ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പുരോഗമനങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട തുക പോലും ചെലവഴിക്കുന്നതിന് സർക്കാർ തടസ്സം നിൽക്കുന്നുണ്ട്. അതായത് ഓരോ പ്രോജക്റ്റുകളും വരുമ്പോൾ അതിന്റെ ടെക്നിക്കൽ സാക്ഷന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി കളിക്കുക, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈവൻ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ഡോക്ടർ മാത്യു കുഴൽനാട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവൻ യുവജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന യുവജനങ്ങൾ വരെ മാതൃകയാക്കി വെക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ല രാഷ്ട്രീയ നേതാവിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഒരുപോലെ ഒത്തുചേർന്നിട്ടുള്ള വ്യക്തിയാണ്. എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ലെവലിൽ ഒരുപാട് ഉയർന്നു നിൽക്കുന്നയാള്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, അദ്ദേഹമായിട്ടുള്ള മേഖലകളുടെ വെളിച്ചത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വിജയത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവൻ സമരങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഈ സമരങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായത്. അത് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകളാണ് അദ്ദേഹം നടത്തുക. അതുപോലെ തന്നെ മൂവാറ്റുപുഴയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും ഓരോ വിഭാഗത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. യുവജനങ്ങളുണ്ട്, അതിന്റെ അകത്ത് അംഗൻവാടി വർക്കേഴ്സ് വരുന്നുണ്ട്, ആശാ വർക്കേഴ്സ്, അതുപോലെ എല്ലാ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഇവൻ മൂവാറ്റുപുഴ എന്നുള്ള നിയോജക മണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്താൽ തന്നെ അദ്ദേഹത്തെ വേട്ടയാടുന്നത് രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല വ്യക്തിപരമായിട്ടും കൂടിയാണ്. ഇനിയും അദ്ദേഹത്തിനെതിരെ പുതിയ ആരോപണങ്ങൾ ഉണ്ടായിക്കൂടായെന്നില്ല, പക്ഷെ അതൊക്കെ നേരിടാനായിട്ടുള്ള ആർജവത്വം അദ്ദേഹം കാണിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ. ഇപ്പൊ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക്, പാർട്ടിയിൽ നിലകൊള്ളുന്ന ആൾക്കാർക്ക് അദ്ദേഹമൊക്കെ ഒരു വലിയ പ്രചോദനവും അതുപോലെ തന്നെ ഒരു ആവേശവും ഒക്കെയാണ് ഡോക്ടർ മാത്യു കുഴൽനാട് എന്ന് പറയുന്ന വ്യക്തി. ആരോപണങ്ങൾ അദ്ദേഹം ഭയക്കുന്നില്ല. എന്ത് ആരോപണം വന്നാലും വെട്ടി തുറന്ന് ചാനലിന്റെ മുമ്പിൽ തെളിവുകളോടുകൂടി പഠിച്ച് സംസാരിക്കുന്ന, അത് നിയമസഭയിലായിക്കോട്ടെ ചാനലുകൾക്ക് മുമ്പിലായിക്കോട്ടെ, ഒട്ടും വൈകാതെ ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് പഠിച്ചു സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് MLA-ക്കെതിരെ പുതിയ ആരോപണങ്ങൾ വരുമെന്നും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ത് ആരോപണം വന്നാലും അദ്ദേഹം അത് നേരിടുമെന്നും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും. അപ്പൊ തന്നെ ഒരു പേടിയും കൂടെ ഉണ്ട്. കുഴൽനാടന്റെ നാട്ടുകാരി എന്ന നിലയിൽ ജോയ്സ് മേരിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കുഴൽനാടന്റെ സാധ്യത കോൺഗ്രസ്സുകാർ തന്നെ തള്ളിക്കളയുമോ? കാരണം ഒരാൾ കയറി വരാൻ സമ്മതിക്കുന്ന ഒരു ചരിത്രം ഇല്ലാത്തത് കൊണ്ട് പറയും.
ഒരിക്കലും ഇല്ല. അദ്ദേഹത്തെ അങ്ങനെ ഇപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നൊരു ശക്തമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുക ഡോക്ടർ മാത്യു കുഴ. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ സാധിക്കുക? അത്തരത്തിൽ ഒരിക്കലും ഇല്ല. അദ്ദേഹം പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ എത്ര കാലം നിലനിൽക്കുന്നോ അത്രത്തോളം കാലം അദ്ദേഹത്തിന് തുടർന്ന് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അദ്ദേഹം തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയെ നെഞ്ചിലേറ്റുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ആ ചട്ടക്കൂടിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും. പിന്നെ ഒരിക്കലും പാർട്ടിയിൽ നിന്ന് അത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു കാര്യം ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, സാർ എന്തോ പറയാൻ വന്നിരുന്നു അവസാനമായിട്ട് ചുരുങ്ങിയ വാക്കുകൾ? ഇല്ല, കുഴൽനാടന്റെ കുടുംബ വീട്ടിൽ ഇപ്പം റവന്യൂ വിഭാഗം റീസർവേ ആരംഭിച്ചിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. അതുകൊണ്ട് കുഴൽനാടനെ കഴിയുന്നത്ര പേടിപ്പിച്ച് മിണ്ടാതിരുത്താനുള്ള ഒരു ശ്രമം നടത്തും. അത് അദ്ദേഹം ശക്തമായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയുടെയൊക്കെ വലിയ പിന്തുണ വേണ്ടി വരും. പിന്നെ അദ്ദേഹം ഒരു അഭിഭാഷകനൊക്കെ ആയതുകൊണ്ട് കോടതിയും അല്ലെങ്കിൽ പോലീസും ഒന്നും അദ്ദേഹത്തിന് വലിയ ഭയം കാണിയാൽ ഇപ്പം സാധാരണക്കാർക്കാണ് പോലീസ് ഒന്ന് കൊണ്ടുപോകുക എന്നൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ട് വരും. അപ്പൊ അദ്ദേഹത്തിന് അതൊന്നും ബുദ്ധിമുട്ട് കാണത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ അത്ര ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ മൂവാറ്റുപുഴയിലെ ഇതിനു മുമ്പത്തെ MLA വാഴക്കിനെ നല്ല മിടുക്കനായിരുന്നു. പക്ഷെ വാഴക്കിനെ മാറ്റി വെച്ച് സുപ്രഭാതത്തിൽ മാത്യു കുഴൽനാടൻ വന്നു. ജോയ്സ് മേരിക്ക് കഥകളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട. പക്ഷെ കുഴൽനാടൻ ഈസ് ഡൂയിങ് വെൽ. അത് അദ്ദേഹത്തിന് ഇപ്പൊ ഒരു സമൂഹത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഇപ്പോഴത്തെ രീതിയിൽ ബുദ്ധിമുട്ട് വരും. ഒരു പ്രതീക്ഷയുടെ ഒരു പൊൻകിരണമായിട്ട് മാത്യു കുഴൽനാടനെ പോലെയുള്ള ഉന്നതമായ വ്യക്തിത്വങ്ങൾ ഉയർന്നു വരുന്നത് സന്തോഷകരമായ കാര്യമാണ്. നിശ്ചയമായിട്ടും ഈ മാത്യു കുഴൽനാടനിൽ ഒരു വലിയ ഒരു നേതാവിനെ, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, ഈ നാടിന്റെ സർവോന്നതമായ വികസനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പോരാടുവാനായിട്ട് കുഴൽനാടനെ പോലെയുള്ള ഒരു നേതാവ് ഈ കേരളത്തിന് ആവശ്യമാണ്. എല്ലാവിധ പിന്തുണകളും അറിയിക്കുന്നു. ചർച്ചയിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്ത ശ്രീമതി ജോയ്സ് മേരി ആന്റണി, ഫാദർ ടോം ഓലിക്കരോട്ട്, ശ്രീ ടി ദേവപ്രസാദ്, 3 പേർക്കും നന്ദി.